മിസ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. ഗുഡ് ഈവനിങ് എവരിബഡി. അപ്പൊ നമ്മള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GHIയുടെ December 2015 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The people experienced blurred near vision when reading, sewing, or working at computer due to loss of elasticity of lens of eye that occurring in middle and old age. This is called option A, glaucoma, option B, astigmatism, option C, presbyopia, D, myopia. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായത്? അവർക്ക് ഏജ് ആകുന്നതിനനുസരിച്ച് മിഡിൽ ആൻഡ് ഓൾഡ് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മിഡിലും ഓൾഡ് ഏജും ഉള്ള ആളുകൾക്ക് എന്തിന് ബുദ്ധിമുട്ട്? വായിക്കാനും അതേപോലെ തന്നെ തയ്ക്കുമ്പോൾ, തുന്നൽ ചെയ്യുമ്പോഴും അതുപോലെ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും അവർക്ക് എന്തുണ്ടാവുന്നു? ബ്ലർഡ് വിഷൻ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ലെൻസ് ഓഫ് ഐ. ഈ കണ്ടീഷന്റെ പേരാണ് ചോദിച്ചത്. എന്താണ് ആൻസർ? ആൻസർ ഇസ് ഓപ്ഷൻ സി, presbyopia. ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ്, myopia. In such a case, distant images appear out of focus, but short objects nearby are seen clearly. This is why myopia is called near or short sightedness. myopia എന്താണ്? അടുത്തുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ദൂരെയുള്ള കാര്യങ്ങൾ ബ്ലേർഡ് ആവും. അതുകൊണ്ട് തന്നെ മയോപ്പിയ നമ്മൾ ഷോർട്ട് സൈറ്റ് എന്നും പറയും. അടുത്തുള്ളതേ കാണാൻ പറ്റൂ, ഷോർട്ട് സൈറ്റ്. അടുത്തത് ഹൈപ്പർ മെട്രോപ്പിയ, also referred to as hyperopia or long sightedness or far sightedness. The person suffering from hypermetropia will have difficulty focusing on nearby objects but can clearly see distant objects. ആൾക്ക് ഹൈപ്പർമെട്രോപ്പിയ ഉള്ള ആൾക്ക് ദൂരെയുള്ള ഒബ്ജക്ട്സ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ളത് കാണുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. മയോപ്പിയയിൽ ദൂരെയുള്ളത് കാണാൻ ബുദ്ധിമുട്ട്, അടുത്തുള്ളത് അയാൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ ദൂരെയുള്ളത് ബ്ലേർഡ് ആയിട്ട് കാണാം, അതിന് അടുത്ത് കൊണ്ടുവച്ചാൽ ക്ലിയർ ആയിട്ട് കാണാം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് പറയും? ലോങ് സൈറ്റ്നെസ്, അതായത് ഫാർ സൈറ്റ്നെസ്, ദൂരെയുള്ള കാര്യം ക്ലിയർ ആയിട്ട് കാണാം, അടുത്തുള്ളത് അവർക്ക് ബ്ലേർഡ് ആവും. Presbyopia, refractive error that makes it hard for middle-aged and older adults to see things. Presbyopia എന്ന് പറഞ്ഞാൽ മിഡിൽ ഏജ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഉള്ള ആളുകൾക്ക് അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ സാധനങ്ങൾ കാണാൻ പറ്റൂ. അടുത്തുള്ള സാധനങ്ങൾ കാണുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ണിങ്ങനെ ചെറുതാക്കിയല്ലായിരിക്കും അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ, അടുത്തുള്ള സാധനങ്ങൾ കാണാനുള്ള ബുദ്ധിമുട്ട്. അടുത്തത് ഗ്ലോക്കോമ. നമ്മുടെ ഓപ്ഷൻസിലുള്ള ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഗ്ലോക്കോമ. Glaucoma is a group of eye conditions that damage the optic nerve. The optic nerve sends visual information from eye to brain and is vital for good vision. കണ്ണിൽ നിന്ന് ബ്രെയിനിലേക്ക് സിഗ്നൽസ് കൊണ്ടുവന്ന നെർവാണ് ഓപ്റ്റിക് നെർവ്. ആ നെർവിന് ഡാമേജ് ആവുന്ന കണ്ടീഷനാണ് ഗ്ലോക്കോമ. അതിന്റെ കാരണം മോസ്റ്റ് കോമൺലി ഇറ്റ് ഇസ് ഹൈ പ്രഷർ ഓഫ് ദ ഐ. നോർമലി കണ്ണിനകത്ത് ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷറിനെ പറയുന്ന IOP, ഇൻട്രാ ഓക്യുലർ പ്രഷർ. ആ പ്രഷറിന്റെ നോർമൽ റേഞ്ച് ആണ് 10 to 20 mmHg ആണ്. 15 ഒക്കെയാണ് നോർമൽ റേഞ്ച്, 10 to 20 എന്ന് പറയും. അതിലും കൂടുമ്പോഴാണ് എന്ത് പറ്റുന്നത്? അത് കൂടുമ്പോഴാണ് ഗ്ലോക്കോമ എന്ന കണ്ടീഷൻ വരുന്നത്. അത് പ്രഷർ കൂടിയിട്ട് നമ്മുടെ ഓപ്റ്റിക് നെർവിനെ ഡാമേജ് ചെയ്യും. അപ്പോൾ മയോപ്പിയ എന്താണ്? ഷോർട്ട് സൈറ്റ്, അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാൻ പറ്റുന്നില്ല. ഹൈപ്പർ മെട്രോപ്പിയ എന്താണ്? ലോങ് സൈറ്റ്, ദൂരെയുള്ളത് കാണാം, അടുത്തുള്ളത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു. presbyopia എന്താണ്? മിഡിൽ ഏജിലും ഓൾഡ് ആയിട്ടുള്ളവർക്കും അടുത്തുള്ള സാധനങ്ങൾ കാണാനുള്ള ബുദ്ധിമുട്ട്. ഗ്ലോക്കോമ എന്താണ്? ഓപ്റ്റിക് നെർവിന് ഡാമേജ് ഉണ്ടാകുന്നത് കാരണം കണ്ണിലെ ബ്ലഡ് പ്രഷർ കൂടുന്നത് കാരണം ഓപ്റ്റിക് നെർവിന് ഡാമേജ് ഉണ്ടായിട്ട് വരുന്ന കുഴപ്പങ്ങൾ. അപ്പൊ നമ്മളുടെ ചോദ്യം എന്തായിരുന്നു? ബ്ലേർഡ് നിയർ വിഷൻ. അപ്പോഴേ നമുക്കറിയാം ഹൈപ്പർ മെട്രോപ്പിയ അല്ല, സ്യൂവിങ് ഓർ മയോപ്പിയ അല്ല എന്ന് മനസ്സിലായി. ബ്ലേർഡ് നിയർ വിഷൻ എന്ന് പറയുമ്പോൾ റീഡിംഗ്, സ്യൂയിങ് ഓർ വർക്കിംഗ് അറ്റ് കമ്പ്യൂട്ടർ, ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് മിഡിൽ ആൻഡ് ഓൾഡ് ഏജ്. അപ്പൊ അത് രണ്ടും കൂടെ കിട്ടിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആൻസർ presbyopia ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ ഓർക്കേണ്ട presbyopia എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? മിഡിൽ ആൻഡ് ഓൾഡ് ഏജിലുള്ള ആളുകൾക്ക് വരുന്ന പ്രശ്നം, അവർക്കും അടുത്തുള്ളത് കാണാൻ പറ്റാത്തത് തന്നെയാണ് പ്രശ്നം. പക്ഷെ ഒരു കുട്ടിക്ക് ചെറുതിലേ അടുത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയും. പക്ഷെ ഒരു കുട്ടിക്ക് ഇപ്പൊ ദൂരെയുള്ള അടുത്തുള്ള കാര്യങ്ങൾ പ്രായമായിട്ടേ കാണാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? presbyopia. അതായത് 45 years ഓഫ് ഏജ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അതാണ് presbyopia. അപ്പൊ നമ്മൾ ഈ ഓപ്ഷനിലുള്ള എല്ലാത്തിന്റെയും മീനിങ് ഇങ്ങനെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്താന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പൊ നെക്സ്റ്റ് ടൈം ചോദിക്കുന്ന ക്വസ്റ്റിന്റെ ആൻസർ മയോപ്പിയ ആണെങ്കിൽ നമുക്ക് അതും കറക്റ്റ് ആയി എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് മയോപ്പിയ ഡെഫിനേഷനോടെ തന്നേക്കുന്നത്. അതേപോലെ ഹൈപ്പർ മെട്രോപ്പിയ, presbyopia, ഗ്ലോക്കോമ. ഓക്കെ. Next question. Part of the brain located below the thalamus but just above the brainstem that govern body temperature, thirst, sleep and sex drive is called as cerebellum,
പോൺസ്, സെറിബ്രം, ഹൈപ്പോതലാമസ്. അപ്പം 2 ക്ലൂ ഉണ്ട് ക്വസ്റ്റ്യനിൽ. ബ്രെയിൻ, പാർട്ട് ഓഫ് ദി ബ്രെയിൻ ലൊക്കേറ്റഡ് ബിലോ തലാമസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും നമുക്ക് കണക്ട് ചെയ്യാം, അനാറ്റമി വെച്ചും കണക്ട് ചെയ്യാം. അല്ലെങ്കിലോ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, തേഴ്സ്റ്റ്, സ്ലീപ്പ് ആൻഡ് സെക്സ് ഡ്രൈവ്, ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലം. എന്താണ് ആൻസർ? ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഹൈപ്പോതലാമസ്. അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ ബ്രെയിനിന്റെ ഡയഗ്രാം. അത് ആദ്യം മനസ്സിലാക്കുക. ഫോർ ബ്രെയിനിൽ എന്തൊക്കെയുണ്ട്? സെറിബ്രം, ഈ കാണുന്നതാണ് സെറിബ്രം. സെറിബ്രത്തിന് 2 ഹെമിസ്ഫിയർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ. അതിന്റെ ഇടയിലുള്ള സെറിബ്രത്തിന് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർസിന്റെ ഇടയിലുള്ള ഈ പാർട്ടാണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഇനി സെറിബ്രത്തിന് താഴെ എന്താ ഉണ്ട്? നമുക്ക് തലാമസ് ഉണ്ട്, ഈ കാണുന്നതാണ് തലാമസ്. ഇനി തലാമസിന് താഴെയായിട്ട് എന്തുണ്ട്? ഹൈപ്പോ തലാമസ് ഉണ്ട്. ഇതാണ് ഫോർ ബ്രെയിൻ. അടുത്തത് മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതുപോലെ ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ പോൺസ്, ഈ കാണുന്നതാണ് പോൺസ്. അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഇരിക്കുന്നതാണ് സെറിബെല്ലം. ആൻഡ് അതിന്റെ താഴെ സ്പൈനൽ കോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന പോർഷനാണ് മെഡുല. ഈ മിഡ് ബ്രെയിനിനെയും ഹൈൻഡ് ബ്രെയിനിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ബ്രെയിൻ സ്റ്റെം. ഓക്കെ. സെറിബ്രൽ അക്വിഡക്ട്, ഈ കാണുന്ന പാർട്ടിയാണ് സെറിബ്രൽ അക്വിഡക്ട് എന്ന് പറയുന്നത്. മിഡ് ബ്രെയിനിൽ പ്രത്യേകിച്ചില്ല, കോർപ്പറ ക്വാഡ്രിജംന എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടൊക്കെ ഉള്ളൂ, അത് ഈ ഡയഗ്രാമിൽ കാണാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഈ ഫിഗർ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് ഈ ഡയഗ്രാം വെച്ച് തന്നെ മനസ്സിലാക്കാം. തലാമസിന് താഴെ ഇരിക്കുന്ന എന്താണ്? ഹൈപ്പോ തലാമസ്. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ലൊക്കേറ്റഡ് ബിലോ തലാമസ് പറഞ്ഞല്ലോ, അങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാം. സെറിബ്രം, കോർപ്പസ് കലോസം, തലാമസ്, ഹൈപ്പോ തലാമസ്, പോൺസ്, മെഡുല, പോൺസ്, സെറിബെല്ലം, മെഡുല, സെറിബ്രൽ അക്വിഡക്ട്. ഓക്കെ. അപ്പൊ ഈ അനാറ്റമി പഠിച്ചിരിക്കുക. ഇത് അല്ലാതെ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം, ബ്രെയിൻ സ്റ്റെം എന്താണ്? മിഡ് ബ്രെയിൻ പ്ലസ് ഹൈൻഡ് ബ്രെയിൻ ഇസ് കോൾഡ് ബ്രെയിൻ സ്റ്റെം. ഇനി ഈ പാർട്ട് ഐഡന്റിഫൈ ചോദിച്ചാൽ അത് പോൺസ് ആണ്. അതുപോലെ സ്പൈനൽ കോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന പാർട്ട് ഏതാണ്? മെഡുലാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. കൂടാതെ ഇവിടെ വേറൊരു ക്ലൂ ഉണ്ടായിരുന്നു, ഫംഗ്ഷൻ, തേഴ്സ്റ്റ്, സ്ലീപ്പ് ആൻഡ് സെക്സ് ഡ്രൈവ്. ആ ഫംഗ്ഷൻ പഠിച്ചാലും നമുക്ക് പറയാൻ പറ്റും ഹൈപ്പോതലാമസ് ആണ്. ഓരോ പാർട്സിന്റെയും ഫംഗ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സെറിബ്രം എന്താണ്? തിങ്കിങ്, ലാംഗ്വേജ്, പ്ലാനിങ്, ഇമോഷൻസ് ആൻഡ് മെമ്മറി. അതായത് ഫ്രോണ്ടൽ ലോബ്, അങ്ങനെ കുറെ ലോബ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ തിങ്കിങ്, നമ്മൾ ആലോചിക്കുന്നത്, സംസാരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. സെറിബ്രം കണ്ടെയ്ൻസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർസ് കണക്റ്റഡ് ബൈ കോർപ്പസ് കലോസം. ഇറ്റ് ഡീൽസ് വിത്ത് തിങ്കിങ്, ലാംഗ്വേജ്, പ്ലാനിങ്, മെമ്മറി. ഹൈപ്പോതലാമസ് കൺട്രോൾ ഓഫ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആൻഡ് സം എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. കൂടാതെ നമ്മളിപ്പോ പറഞ്ഞ് ബേസൽ ബോഡി ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നതും സെക്സ്വൽ ഡ്രൈവിനെ കൺട്രോൾ ചെയ്യുന്നതും ഹങ്കർ, തേഴ്സ്റ്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ. സെറിബെല്ലം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റഡ് മൂവ്മെന്റ് ആൻഡ് പോസ്റ്റർ. നമുക്ക് ബാലൻസ് ഒക്കെ നിലനിർത്തുന്ന ആരാണ്? സെറിബെല്ലമാണ്. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റഡ് മൂവ്മെന്റ്സ്, നമ്മുടെ ശരീരത്തിലെ മൂവ്മെന്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ പോസ്റ്റർ മെയിൻ ചെയ്യും. സെറിബെല്ലത്തിന് എന്തെങ്കിലും എഫക്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, ബാലൻസ് അങ്ങ് നഷ്ടപ്പെടും. അപ്പൊ ബാലൻസ് ഒക്കെ തരുന്നത് സെറിബെല്ലമാണ്. Medulla oblongata, control of breathing movements, heart rate, action of smooth muscles in the gut. Medulla oblongata എന്തിനെയൊക്കെ കൺട്രോൾ ചെയ്യും? ബ്രീത്തിങ് മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യും, ഹാർട്ടിന്റെ മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യും, നമ്മുടെ GIT, സ്മൂത്ത് ഗട്ടിന്റെ മൂവ്മെന്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യും. അതേപോലെ പോൺസിലാണ് ന്യൂമോടാക്സിസ് സെന്റർ ചെയ്യുന്നത്, റെസ്പിറേറ്ററി കൺട്രോൾ സെന്റർ ആണ്. അപ്പൊ അങ്ങനെ ഫങ്ഷൻസ് മനസ്സിലാക്കിയാലും നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്താം. അപ്പൊ ഈ ഡയഗ്രാം ഓർത്ത് ഈ ഫങ്ഷൻസും പഠിച്ചു വെക്കുക. അടുത്തത്, സീഡ്ലിംഗ് ഓഫ് എ പ്ലാന്റ് ഗ്രോസ് സ്ട്രേറ്റ് അപ്വേർഡ് ഇൻ ഡാർക്ക് എൻവയൺമെന്റ് ഇൻ ഓർഡർ ടു റീച്ച് ദ സൺലൈറ്റ് അബവ് ദ ഗ്രൗണ്ട് ബട്ട് സ്റ്റാർട്ട് ബെൻഡിങ് ടുവേർഡ്സ് ലൈറ്റ്. ദിസ് ഇസ് ഡ്യൂ ടു സീഡ്ലിംഗ്, ഒരു പ്ലാന്റിന്റെ ഒരു ചെറിയൊരു തൈ ഇങ്ങനെ കിളിച്ചു വരികയാണ്. സീഡ്ലിംഗ് ഓഫ് എ പ്ലാന്റ് ഗ്രോസ് സ്ട്രേറ്റ് അപ്വേർഡ് ഇൻ ഡാർക്ക് എൻവയൺമെന്റ് ഇൻ ഓർഡർ ടു റീച്ച് സൺലൈറ്റ് അബവ് ദി ഗ്രൗണ്ട്. അപ്പൊ നമ്മളൊരു ഡാർക്ക് എൻവയൺമെന്റിൽ, ഒരു ഡാർക്ക് ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ ആ ചെടിയെ നടുകയാണ്. അത് വളരുകയാണെങ്കിൽ ഡാർക്ക് എൻവയൺമെന്റിൽ മുകളിലേക്ക് തന്നെ വളരും. ആ പ്ലാന്റ് മുകളിലേക്ക് വളർന്നു വരും നോർമൽ പോലെ. പക്ഷേ സ്റ്റാർട്ട് ബെൻഡിങ് ടുവേർഡ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്ത് ലൈറ്റ് കടത്തി വിട്ടാൽ എന്ത് ചെയ്യും? അത് ലൈറ്റിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. അത് ഏത് പ്ലാന്റും കാണിക്കുന്ന കാര്യമാണ്. This is due to option A, more growth occurs on dark side, more growth occurs on light side, growth is equal on both sides, none of these. ഇതാണ് ചോദ്യം. അപ്പൊ അതിന് നമുക്ക് ഈ ഡയഗ്രാം നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം, പിന്നെ വായിക്കാം. ഇപ്പൊ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആണ്, ഞാൻ ഈ ചെടി ഇവിടെ നടുകയാണ്. അപ്പൊ ഈ ചെടി എന്തെയും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കും. ഇനി ഞാൻ ചെറുതായിട്ട് സ്പേസ്, ഒരു ഓപ്പൺ വിൻഡോ ഇവിടെ കൊടുക്കുകയാണ്. ആൻഡ് ഈ സ്പേസിൽ കൂടെ സൺലൈറ്റിനെ കടത്തി വിടുകയാണ് ഡെയിലി. അപ്പൊ എന്ത് പറ്റും? പതുക്കെ ഈ ചെടി ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്ന ചെടി ഞാൻ ഇവിടെ ഓപ്പണിംഗ് കൊടുത്തു കഴിയുമ്പോൾ, അതായത് ഇതുപോലെ ഓപ്പണിംഗ് കൊടുക്കുമ്പോൾ ചെടി ഇങ്ങനെ വളയാൻ തുടങ്ങും. ഇത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദിച്ചത്. എന്തുകൊണ്ടാണ്?
ഈ എല്ലാ പ്ലാന്റ്സിനും സൺലൈറ്റ് വേണം അവരുടെ ഫോട്ടോസിന്തസിസ് നടക്കാനായിട്ട്. അപ്പൊ സൺലൈറ്റ് കിട്ടുന്ന സൈഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ പ്ലാന്റ് ബെൻഡ് ആവും. അതൊരു അഡാപ്റ്റീവ് മെക്കാനിസം ആണ്. കൂടുതൽ സൺലൈറ്റ് കിട്ടിയാൽ കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല, കൂടുതൽ എനർജി പ്ലാന്റിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഗ്രോത്ത് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കത്തുള്ളൂ. സോ അതിനുവേണ്ടിയുള്ളൊരു അഡാപ്റ്റീവ് മെക്കാനിസം ആണ് സൺലൈറ്റ് ഉള്ള സൈഡിലേക്ക് വളരുക. അപ്പൊ ഈ സൺലൈറ്റിനോട് പ്ലാന്റ് കാണിക്കുന്ന ഈ റെസ്പോൺസിനാണ് എന്ന് പറയുന്നത് ഫോട്ടോട്രോപ്പിസം. ഫോട്ടോട്രോപ്പിസം. ഓക്കെ, ഫോട്ടോട്രോപ്പിസം. ദ ബെൻഡിങ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ് ടുവേർഡ് ലൈറ്റ് ഇസ് കോൾഡ് ഫോട്ടോട്രോപ്പിസം. ഈ പോയിന്റ് ഒക്കെ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഈ രീതിയിലും ചോദിക്കാം. ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫോട്ടോട്രോപ്പിസം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോട്രോപ്പിസം എന്താണെന്നാണ് ചോദിച്ചത്. പക്ഷെ ഇതിനോടനുബന്ധമായിട്ട് എല്ലാ വർഷവും ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. നെക്സ്റ്റ് ഇയർ അവർ ഡയറക്റ്റ് ആയിട്ട് ഫോട്ടോട്രോപ്പിസം ഡെഫിനിഷൻ എന്താ ചോദിക്കാം. അതുകൊണ്ടാണ് എല്ലാം പറഞ്ഞു തരുന്നത്. ദ ബെൻഡിങ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ് ടുവേർഡ്സ് ലൈറ്റ് ഇസ് കോൾഡ് ഫോട്ടോട്രോപ്പിസം. By orienting their leaves and stem towards light, plant receives maximum energy for photosynthesis. ആ ലീവ്സിനെയും സ്റ്റെമ്മിനെയും ഒക്കെ ലൈറ്റിന്റെ സൈഡിലേക്ക് ഇങ്ങനെ വളയ്ക്കുമ്പോൾ പ്ലാന്റിന് എന്ത് കിട്ടും? മാക്സിമം സൺലൈറ്റ് കിട്ടും, മാക്സിമം എനർജി കിട്ടും ഫോട്ടോസിന്തസിസ് ചെയ്യാൻ. This process is mediated by plant hormone called auxin. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോൺ. ഫോട്ടോട്രോപ്പിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആരാണ്, അല്ലെങ്കിൽ മീഡിയേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആരാന്ന് ചോദിച്ചാൽ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ ആയിട്ടുള്ള ഓക്സിൻ ആണ്. Mechanism. Auxin is produced at the stem tip and promotes cell elongation. Auxin usually concentrated in the shoot ടിപ്പിലാണ്. അപ്പൊ സ്റ്റെമ്മിന്റെ ടിപ്സിൽ ഓക്സിൻ കാണും. അത് സ്റ്റെമ്മിന്റെ അപ്വേർഡ് ഗ്രോത്തിനെ സഹായിക്കുന്നു. When light falls on that part, auxin moves to darker side of the plant shaded region. This causes cells in the darker side to grow larger than corresponding to the lighter part. This causes the plant to bend towards source of light. അതായത് ഈ പ്ലാന്റ് ഇങ്ങനെ വളർന്നു പോകുമ്പോൾ ഓക്സിൻ എവിടെയായിരിക്കും? ഈ ടിപ്പിലായിരിക്കും. പക്ഷെ ഇങ്ങനെ ഈ പ്ലാന്റ് വളരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇപ്പൊ ഓക്സിൻ ഈ ടിപ്പിലിരിക്കാന്ന് വെച്ചു. അപ്പൊ പെട്ടെന്ന് നമ്മളൊരു ഓപ്പണിംഗ് ഉണ്ടാക്കി സൺലൈറ്റിനെ കടത്തി വിട്ടു. അപ്പൊ എന്ത് പറ്റും? ഈ എവിടെയാണോ വിൻഡോ ഉള്ളത് ആ സൈഡിൽ കൂടുതൽ സൺലൈറ്റ് കിട്ടും കമ്പയർ ടു അതർ സൈഡ്. വെച്ച് പ്ലാന്റിൽ എല്ലാ ഒരു പ്ലാന്റിന്റെ സൈഡ് തന്നെ, എന്നാലും ഈ ഒരു സൈഡിന് സൺലൈറ്റ് കുറച്ചും ഈ സൈഡിൽ സൺലൈറ്റ് കൂടുതലായിരിക്കും കിട്ടുന്നത്. ഞാൻ ഇവിടെയാണ് ഒരു വിൻഡോ, ഈ വിൻഡോ ക്ലോസ്ഡ് ആണ്, ഇത് ഓപ്പൺ ചെയ്ത് വിടുമ്പോഴുള്ള കാര്യം പറഞ്ഞത്. ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സൈഡിന് മൊത്തം നമ്മളുടെ കൈയുടെ ലെഫ്റ്റ് സൈഡ്, ആ സൈഡിന് മൊത്തം നല്ല സൺലൈറ്റ് കൂടുതൽ കിട്ടും. ആൻഡ് ഈ സൈഡിന് സൺലൈറ്റ് കുറച്ച് കുറവായിരിക്കും കിട്ടുക കമ്പയർ ടു ദിസ് സൈഡ്. അപ്പൊ എന്ത് പറ്റും? ഈ ടിപ്പിലിരിക്കുന്ന ഓക്സിൻ മൊത്തം ഇപ്പുറത്തെ സൈഡിൽ ചെന്ന് കോൺസെൻട്രേറ്റ് ആവും, ഡാർക്ക് സൈഡിൽ ചെന്ന് കോൺസെൻട്രേറ്റ് ആവും. ഓക്സിന്റെ ഫംഗ്ഷൻ എന്താ? ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ഈ സൈഡ് കൂടുതൽ ഗ്രോ ആവും, ഈ സൈഡ് കുറച്ച് ഗ്രോ ആവും. അങ്ങനെയാണ് പ്ലാന്റ് ഈ സൈഡിലേക്ക് ബെൻഡ് ആവുന്നത്. ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിന്റെ ഗ്രോത്ത് കുറവാണ് കമ്പയർ ടു ഈ ഒരു സൈഡിന്റെ ഗ്രോത്ത്. ഓക്കെ, അതായത് ഞാൻ നേരെ ഒരു ചെടി നിൽക്കുമ്പോൾ രണ്ട് സൈഡ് ഒരേപോലെ വളരും. പക്ഷെ ആ ചെടി ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ, ഒരു സൈഡിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ഈ മുകളിലത്തെ അറ്റമായിരിക്കല്ലേ കൂടുതൽ വളരേണ്ടത്. ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നോക്കും, മുകളിലത്തെ അറ്റമല്ലേ കൂടുതൽ വളർന്നേക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വളയാൻ പറ്റുന്നത്. അപ്പൊ ഈ മുകളിലത്തെ സൈഡ് കൂടുതൽ വളയാൻ സഹായിക്കുന്ന ആരാണ്? ഓക്സിൻ ആണ്. ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്ന പ്ലാന്റിന് പ്രത്യേകിച്ച് ചെടിയൊന്നും ഇല്ലല്ലോ. നമുക്ക് പോയി പറയാം സൺലൈറ്റ് വരുന്നുണ്ട് ഇങ്ങോട്ട് വളയാൻ. അപ്പൊ പ്ലാന്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? പ്ലാന്റിനകത്തിരിക്കുന്ന ഓക്സിൻ ആണ്. സൺലൈറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്, അപ്പൊ അങ്ങോട്ടേക്ക് വളർന്നാൽ നല്ലതായിരിക്കും. എങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയിരിക്കും, സൺലൈറ്റ് കുറവുള്ള സൈഡിൽ പോയിരിക്കാം. അപ്പൊ ആ സൈഡിൽ വളർച്ച കൂടും, ഇപ്പുറത്തെ സൈഡിന് വളർച്ച കുറയുകയും ചെയ്യും. അങ്ങനെ ആ സൈഡ് കൂടുതൽ വളർന്നത് വളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലാന്റ് സണ്ണിന്റെ ഡയറക്ഷനിലേക്ക് പോകും. നമുക്കൊരു ബ്രെയിൻ ഉള്ള പോലെ പ്ലാന്റിന് ബ്രെയിൻ ഇല്ല, ഇങ്ങോട്ടേക്ക് തിരി എന്ന് പറയുമ്പോൾ തിരിയുന്നത്. അപ്പൊ പ്ലാന്റിന്റെ ബോഡിയിൽ നടക്കുന്ന ഓക്സിന്റെ റോളാണ് ഈ പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഈ ഗ്രോത്തിനെ ബേസ് ചെയ്താണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. പ്ലാന്റ് എന്തുകൊണ്ട് സണ്ണിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നു? ഫോട്ടോട്രോപ്പിസം കാരണം. അതിന് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആരാ? ഓക്സിൻ. അതൊന്നുമല്ല ചോദ്യം. മോർ ഗ്രോത്ത് ഏത് സൈഡിലാണ് അക്കർ ചെയ്യുന്നത്? മോർ ഗ്രോത്ത് അക്കേഴ്സ് ഓൺ ഡാർക്ക് സൈഡ്, മോർ ഗ്രോത്ത് അക്കേഴ്സ് ഓൺ ലൈറ്റ് സൈഡ്, ഗ്രോത്ത് ഇസ് ഈക്വൽ ഓൺ ബോത്ത് സൈഡ്, നൺ ഓഫ് ദീസ്. അപ്പൊ ഗ്രോത്ത് ഇസ് ഈക്വൽ ഓൺ ബോത്ത് സൈഡ്സ് എന്തായാലും അല്ല. കാരണം ഇതാണ് ഈക്വൽ ഗ്രോത്ത് ഓൺ ബോത്ത് സൈഡ്. സൺലൈറ്റ് ഇല്ലാത്തപ്പോൾ ഉള്ള കാര്യം. സൺലൈറ്റ് വരുമ്പോൾ വളയുന്നത് ഈക്വൽ ഗ്രോത്ത് അല്ല ബോത്ത് സൈഡ്സ്. അപ്പൊ ആ ഓപ്ഷൻ ഉള്ളത് മനസ്സിലായി. ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഗ്രോത്ത് ഇസ് മോർ ഓൺ ഡാർക്ക് സൈഡ്, ഗ്രോത്ത് ഇസ് മോർ ഓൺ ലൈറ്റ് സൈഡ്. അതിപ്പോ നമുക്ക് ഈ ഡയഗ്രാം കണ്ടറിയാം. ഡാർക്ക് സൈഡ് എന്ന് പറഞ്ഞ് ഈ ഒരു സൈഡ് സൺലൈറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് കിട്ടുന്ന സൈഡ്. ലൈറ്റ് സൈഡ് എന്ന് പറഞ്ഞ് സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് വന്ന് പതിക്കുന്ന സൈഡ്. ഡാർക്ക് സൈഡ് നോക്കിയ ഗ്രൗണ്ടിൽ ഇവിടെ വരെ വളർന്നു കഴിഞ്ഞു, ലൈറ്റ് സൈഡ് നോക്കിയ ഗ്രൗണ്ടിൽ ഇത്രയും വളർന്നുള്ളൂ. അപ്പൊ കൂടുതൽ ഗ്രോത്ത് എവിടെയാണ് നടക്കുന്നത്? ഡാർക്ക് സൈഡിലാണ് നടക്കുന്നത്. അതുകൊണ്ട് പ്ലാന്റിന് എന്ത് ചെയ്യാൻ പറ്റി? അങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യാൻ പറ്റി. നേരെ മറിച്ച് ഈ സൈഡിലായിരുന്നു കൂടുതൽ ഗ്രോത്ത് എങ്കിൽ ബെൻഡ് ഇപ്പത്തെ സൈഡിലേക്കായിരുന്നു, സണ്ണിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരുന്നു. ഓക്കെ,
അപ്പൊ ഗ്രോത്ത് ഇസ് മോർ ഓൺ ദ ഡാർക്ക് സൈഡ്. മോർ ഗ്രോത്ത് ഓൺ ഡാർക്ക് സൈഡ് എന്നൊക്കെ പറയുമ്പോൾ അത് ഇങ്ങനെ പ്രോസസ് മൊത്തം മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. ഫോട്ടോട്രോപിസം ആണ് റെസ്പോണ്ട് ഓഫ് പ്ലാന്റ് ടുവേർഡ്സ് സൺലൈറ്റ് റെസ്പോൺസ്. ഇറ്റ് ഇസ് കൺട്രോൾഡ് ബൈ ഓക്സിൻ ഹോർമോൺ. Mechanism: oxygen is reduced at temperature when light falls on plant. Oxygen moves towards dark center of the plant. That causes cells in that region to grow larger than the cells corresponding to lighter side. This causes the plant to bend towards source of light. Hormone that causes liver to convert stored glycogen into glucose, which is released into bloodstream when the concentration of glucose in the blood is low. അതായത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിനെ കൊടുക്കുന്ന ആരാണ് ചോദ്യം. ഓപ്ഷൻ എ ഇൻസുലിൻ, ഓപ്ഷൻ ബി ഗ്ലൂക്കോഗൺ, ഓപ്ഷൻ സി കോർട്ടിസോൾ, ഓപ്ഷൻ ഡി കാൽസിറ്റോണിൻ. ആൻസർ ഇസ് ഓപ്ഷൻ ബി ഗ്ലൂക്കോഗൺ. നമുക്ക് ഓരോന്നിന്റെയും ഫംഗ്ഷൻ നോക്കാം. ആദ്യമേ ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗൺ. Insulin and glucagon are endocrine hormones synthesized by pancreas which help in regulation of blood glucose levels. 3 point. Endocrine gland ആണ് പാൻക്രിയാസിന് എൻഡോക്രൈനും എക്സോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ എൻഡോക്രൈൻ പാർട്ട് ഓഫ് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോണാണ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗൺ. അതിന്റെ ഫംഗ്ഷൻ ആണ് ബ്ലഡ് റെഗുലേഷൻ. Next, when the body digests food rich in carbohydrates, glucose is released into bloodstream. This leads to an increase in blood glucose level in the body. Consequently, pancreas sends chemical signals in the form of insulin that direct all the cells in the body to take the glucose. അപ്പൊ ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും എന്റെ ഫുഡ് വയറ്റിൽ ചെന്നു, വേഗം ഡൈജഷൻ നടന്നു. കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡൈജഷന്റെ എൻഡ് പ്രോഡക്റ്റ് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഗ്ലൂക്കോസ് ഫോം ആയി ആ ഗ്ലൂക്കോസ് എല്ലാ ഇൻറ്റസ്റ്റൈൻ വഴി ബ്ലഡിലേക്കാണ് റിലീസ് ആകുന്നത്. അപ്പൊ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവല് കൂടി. പെട്ടെന്ന് തന്നെ പാൻക്രിയാസ് എന്ത് ചെയ്യും? ഇൻസുലിനെ റിലീസ് ചെയ്യും. ഈ ഇൻസുലിൻ ചെന്നിട്ട് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോഗൺ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലിവറിൽ അങ്ങ് സ്റ്റോർ ചെയ്യും. അപ്പൊ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറഞ്ഞു. Several hours after meal, blood glucose level in the body are low. This signals the pancreas to secrete glucagon, which signals the liver and muscles to convert the glycogen back to glucose, which is then readily absorbed by the other cells to produce energy. ഇനി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഉടനെയുള്ള അവസ്ഥയാണ്. നമ്മൾ ഫുഡ് കഴിച്ചു, പെട്ടെന്ന് നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റ് ആയി പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി. കാരണം കാർബോഹൈഡ്രേറ്റിലെ ഡൈജഷൻ എൻഡ് പ്രോഡക്റ്റ് ആണ് ഈ ഗ്ലൂക്കോസ്. അപ്പൊ ഫുഡ് കഴിച്ചു, ഡൈജസ്റ്റ് ആയി, അതെല്ലാം കാർബോഹൈഡ്രേറ്റ് എല്ലാം ഗ്ലൂക്കോസ് ആയി മാറി. ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിന്റെ കൂടി. ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് അധികം കൂടാൻ പാടില്ല. പെട്ടെന്ന് തന്നെ പാൻക്രിയാസ് ആരെ റിലീസ് ചെയ്യും? ഇൻസുലിനെ റിലീസ് ചെയ്യും. ഇൻസുലിൻ ആരെയാണ് പിടിക്കുന്നത്? ഗ്ലൂക്കോസിനെ പിടിക്കും. എന്നിട്ട് ഗ്ലൂക്കോസിനെ കൺവേർട്ട് ആക്കും ഗ്ലൈക്കോജൻ ആയിട്ട്. ഇത് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും? ലിവറിൽ കൊണ്ട് സ്റ്റോർ ചെയ്യും. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെയുള്ള അവസ്ഥയാണ്. ഇഷ്ടംപോലെ ഗ്ലൂക്കോസ് ഉള്ള, അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി ഇൻസുലിൻ ഇറങ്ങി വന്നു. ഇൻസുലിൻ പോയി ഗ്ലൂക്കോസിനെ എല്ലാം വെച്ചു ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്ത് ലിവറിൽ കൊണ്ട് വെച്ചു. ഇനിയിപ്പോ ഫുഡ് കിട്ടാത്തൊരവസ്ഥ ശരീരത്തിൽ വരുമ്പോഴോ അന്നേരം ഗ്ലൂക്കോസ് ഇല്ല, ഗ്ലൂക്കോസ് ഭയങ്കരമായിട്ട് കുറവാണ്. ഒരു നോർമൽ ലെവലിൽ ഗ്ലൂക്കോസ് വേണം. അതിൽ നിന്ന് കൂടുമ്പോഴാണ് ഇൻസുലിൻ വരുന്നത്. അതിൽ നിന്ന് കുറയുമ്പോ വരുന്ന ആളാണ് ഗ്ലൂക്കോഗൺ ഹോർമോൺ. ഗ്ലൂക്കോഗൺ മറ്റ് എന്ത് ചെയ്യും? ഗ്ലൈക്കോജനെ പോയി പിടിക്കും. എന്നിട്ട് ലിവറിലിരിക്കുന്ന ഗ്ലൈക്കോജനെ കൺവേർട്ട് ചെയ്ത് തിരിച്ച് ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ബ്ലഡിന്റെ ആവശ്യത്തിന് ഗ്ലൂക്കോസ് ആയി. ആ ഗ്ലൂക്കോസ് എല്ലാ സെൽസിനും യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന്റെ റോളുള്ള 2 ഹോർമോൺസ് ആണ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗൺ. സെക്രറ്റ് ചെയ്യുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിന് എൻഡോക്രൈനും എക്സോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. എൻഡോക്രൈൻ പാർട്ടാണ് ഇൻസുലിനും ഗ്ലൂക്കോഗണും സെക്രറ്റ് ചെയ്യുന്നത്. ഇൻസുലിന്റെ ഫംഗ്ഷൻ ഗ്ലൂക്കോസിനെ ബ്ലഡിൽ കുറക്കുക എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇനി ഗ്ലൂക്കോഗണിന്റെ ഫംഗ്ഷൻ ഗ്ലൂക്കോസിനെ ബ്ലഡിൽ കൂട്ടുക മീൻസ് ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇനി അടുത്ത ഹോർമോൺസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരാണ്? cortisol and calcitonin. Cortisol plays important role in stress response. Maintaining an adequate balance of cortisol is essential for health. അതായത് നമ്മുടെ ഒരു സ്ട്രെസ് ഹോർമോൺ ആണ് കോർട്ടിസോൾ. അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിൽ സെക്രേറ്റ് ആവുന്ന ഹോർമോൺ ആണ്. അത് സ്ട്രെസ് റെസ്പോൺസിനെ കൺട്രോൾ ചെയ്യും. അടുത്തത് calcitonin. Calcitonin's main job is to lower calcium level in your blood, not your bones. It does this in 2 main ways. Calcitonin inhibits the activity of osteoclasts, which are cells that break down the bone. When osteoclasts break down the bone, the calcium from the bone is released to bloodstream. ഇതുപോലെയാണ് നമ്മുടെ കാൽസിറ്റോണിൻ ഹോർമോൺ. കാൽസിറ്റോണിൻ ഹോർമോൺ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡിലുള്ള കാൽസ്യം ലെവലിനെ കുറയ്ക്കും.
ബ്ലഡിൽ കാൽസ്യത്തിനെ കുറയ്ക്കണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ബോണിൽ കാൽസ്യത്തിന്റെ അളവ് കൂട്ടണം. അപ്പൊ കൂടുതൽ എന്ത് ചെയ്യും? കൂടുതൽ കാൽസ്യത്തിനെ കൺവേർട്ട് ചെയ്ത് ബോണാക്കി മാറ്റും. അതുപോലെ ബോണിനെ നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില സെൽസ് ഉണ്ട്, ഓസ്റ്റിയോക്ലാസ്റ്റ് സെൽസ്. അത് ഒരു ബാലൻസ് ആണ്. ചില സെൽസ് ബോണിനെ നശിപ്പിക്കും, ചില സെൽസ് ബോണിനെ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ഓസ്റ്റിയോക്ലാസ്റ്റ് സെൽസ് ബോണിനെ നശിപ്പിക്കുമ്പോഴും പുതിയ നശിക്കുമ്പോൾ ബോണിന്റെ കമ്പണന്റ് അല്ലേ കാൽസ്യം. ആ കാൽസ്യം ബ്ലഡിലേക്ക് റിലീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഓസ്റ്റിയോക്ലാസ്റ്റിന്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കാം. അതിന് കാൽസ്യത്തോടാണ് എന്ത് ചെയ്യുന്നത്? ബോഡിയിലെ കാൽസ്യത്തിന്റെ അളവ്, ബ്ലഡിലെ കാൽസ്യത്തിന്റെ അളവ് ലോവർ ചെയ്യുന്നത്. ലോവേഴ്സ് ദ കാൽസ്യം ലെവൽ ബ്ലഡ്. ലോവർ ചെയ്യാണ്, പുറത്തൊന്നും കൂട്ടുകയല്ല. എവിടെ? ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കും. ബ്ലഡിൽ കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോണിൽ കാൽസ്യത്തിന്റെ അളവ് കൂട്ടണം, എന്നാലേ ബാലൻസ് ആകും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹോർമോൺ കോസസ് ലിവർ ടു കൺവേർട്ട് സ്റ്റോർഡ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്. ഈ ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ് എന്ന് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇൻസുലിൻ അല്ലെങ്കിൽ ഗ്ലൂക്കോൺ, ഈ രണ്ടിൽ ഏതോ ആണ് ആൻസർ. കോർട്ടിസോളും കാൽസിറ്റോണിലും അല്ല. ഇനി ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യാണ്, ഗ്ലൂക്കോസിനെ ഫേവർ ചെയ്യാണ്. ഫേവർ ചെയ്യുന്ന ആളാരാണ്? ഗ്ലൂക്കോകൾ. അതേസമയം ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ, ഗ്ലൂക്കോസിനെതിരെ പ്രവർത്തിക്കുകയാണ്, ഗ്ലൂക്കോസിനെ എല്ലാം ഗ്ലൈക്കോജനാക്കി മാറ്റാം. അതാരാണ്? ഇൻസുലിൻ. അപ്പൊ ഹിയർ ദ ആൻസർ ഇസ് ഗ്ലൂക്കോൺ. ഇനി ഇതേ ക്വസ്റ്റ്യൻ തിരിച്ച് ഇൻസുലിൻ ആൻസർ വരുന്ന രീതിയിൽ ചോദിക്കാം. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ കോർട്ടിസോൾ ആൻസർ വരുന്ന രീതിയിൽ ചോദിക്കാം. അതുപോലെ തന്നെ ബോഡിയിലെ ബ്ലഡിലെ കാൽസ്യം ലെവൽസ് ലോവർ ചെയ്യുന്ന ഹോർമോൺ ഏതാണ്, ആ രീതിയിൽ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കാൽസിറ്റോണിനാണ് ആൻസർ ആയിട്ട് എഴുതുന്നത്. Both Culex and Anopheles mosquitoes are the vector for the transmission of disease. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഏതൊക്കെ ഡിസീസിന്റെ ട്രാൻസ്മിറ്റിംഗ് ഏജന്റ് ആണ് ക്യൂലെക്സ് ആൻഡ് Anopheles മസ്കിറ്റോ? ഈ രണ്ട് മസ്കിറ്റോ ഈ അസുഖത്തിന് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, Anopheles ഫൈലേറിയൽ വർം. ദ മാച്ചിങ് പെയർ മാച്ചിങ് കറക്റ്റ് പെയർ ഏതാണ് ചോദിക്കുന്നത്. Anopheles ഫൈലേറിയൽ വർം, ക്യൂലെക്സ് പ്ലാസ്മോഡിയം പാരസൈറ്റ്, Anopheles പ്ലാസ്മോഡിയം പാരസൈറ്റ്, Culex pneumococcus. The correct answer is female Anopheles mosquito, Plasmodium parasite. മലേറിയ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് Anopheles mosquito മലേറിയൽ പാരസൈറ്റ്, അതായത് പ്ലാസ്മോഡിയത്തിന് അതേപോലെ തന്നെ ഫൈലേറിയയുടെ ട്രാൻസ്മിഷന് സഹായിക്കും. ഇവിടെ Anopheles ഫൈലേറിയൽ വർം എന്നും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് ആൻസർ Anopheles പ്ലാസ്മോഡിയം പാരസൈറ്റ് ആണ്. ക്യൂലെക്സ് പ്ലാസ്മോഡിയം പാരസൈറ്റ്. പ്ലാസ്മോഡിയം പാരസൈറ്റിൽ ക്യൂലെക്സ് പറയുന്നില്ല. ക്യൂലെക്സിന് പാൻക്രോക്കിയൻ ഫൈലേറിയാസിസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, വെസ്റ്റ് നൈൽ ഫീവർ, വൈറൽ ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ട്. അടുത്തത് Anopheles പ്ലാസ്മോഡിയം പാരസൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ക്യൂലെക്സ് ന്യൂമോകോക്കസ്. ക്യൂലെക്സിന് ന്യൂമോകോക്കസ് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ Anopheles മലേറിയൽ പാരസൈറ്റ്. ഏറ്റവും കറക്റ്റ് Anophelesന് മലേറിയൽ പാരസൈറ്റ്. അതായത് ക്യൂലെക്സിനെ കാട്ടിലും, ക്യൂലെക്സ് നമ്മൾ യൂഷ്വലി പറയുന്നത് ഫൈലേറിയൽ പാരസൈറ്റ് വരുമ്പോഴാണ് പറയുന്നത്. Anopheles നമ്മൾ പറയുന്നത് പ്ലാസ്മോഡിയം പാരസൈറ്റ്. അപ്പൊ Anophelesന് പ്ലാസ്മോഡിയം പാരസൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കും, ഫൈലേറിയൽ വർമിനെയും ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കും. എന്നാലും കുറച്ചുകൂടെ കറക്റ്റ് ആൻസർ എന്താണ്? Anopheles പ്ലാസ്മോഡിയം പാരസൈറ്റ്. Largest endocrine gland is option A liver, B thyroid, C pituitary, D thymus. Answer is option B thyroid. Thyroid gland is the largest endocrine gland of the body. It is present in the neck region, responsible for secretion of hormones like thyroxine that control the metabolic rate in the body. Thyroid gland എന്താണ്? endocrine gland ആണ്. largest endocrine gland ആണ്. എവിടെയായിരിക്കുന്നത്? നെക്കിന്റെ റീജിയനിൽ വരുന്നത്. ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്ലാൻഡ് ആണ്. സെക്രീഷൻ ഓഫ് ഹോർമോൺ തൈറോക്സിൻ ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. ഇറ്റ് കൺട്രോൾസ് മെറ്റബോളിക് റേറ്റ്, നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആണ് തൈറോയ്ഡ് ഹോർമോൺ. ഇനി തൊട്ട് ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തേക്ക് ഏതാ? ലിവർ. നമുക്ക് തെറ്റാൻ പറ്റിയ നമ്മൾ ലിവർ ആണ് നമുക്ക് കിട്ടാൻ ടെൻഡൻസി വരും. ലിവറിന് ഒരു സ്പെഷ്യാലിറ്റി, ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. എൻഡോക്രൈൻ എന്ന് പറഞ്ഞിട്ടില്ല, വെറും ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ലിവർ ആണ്. ഇറ്റ് ഇസ് ഓൾസോ ലാർജസ്റ്റ് ഇന്റർണൽ ഓർഗൻ ഇൻ അവർ ബോഡി ആൻഡ് ക്യാൻ വെയ് അപ് ടു 1.5 kg per human. ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ എന്ന് ചോദിച്ചാൽ അത് ലിവർ ആണ്. ഇനി ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് വെറുതെ ഗ്ലാൻഡ് എന്ന് മാത്രം പറഞ്ഞത് ലിവർ ആണ്. ലിവറിന്റെ വെയിറ്റ് 1.5 kg. അഡൽട്ട് ലിവറിന്റെ വെയിറ്റ് 1.5 kg. 1.5 കിലോയോളം വെയിറ്റ് ലിവറിന് വരും.
That is 1/50 of the body weight is because of the liver. Okay. അതേസമയം endocrine gland എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ആൻസർ തൈറോയ്ഡ്. ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി, ഇന്റേണൽ ഓർഗൻ എന്ന് ചോദിച്ചാൽ ലിവർ. അല്ല ജനറൽ ആയിട്ട് ലാർജസ്റ്റ് ഓർഗൻ ചോദിച്ചാൽ എന്താണ് ആൻസർ? സ്കിൻ ആണ് ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി. അതായത് എല്ലായിടത്തും സ്പ്രെഡ് ആയിരിക്കുന്ന ഓർഗൻ അല്ലേ സ്കിൻ. എല്ലായിടത്തും ഉണ്ട് നമ്മുടെ ബോഡിയിൽ, പുറമെ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് എല്ലായിടത്തും ഉള്ളതായിരിക്കും ഏറ്റവും വലുത് ഇൻ ടേംസ് ഓഫ് ഏരിയ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലാർജസ്റ്റ് ഓർഗൻ സ്കിൻ ആണ്. ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ എന്ന് ചോദിച്ചാൽ ലിവർ. ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് ചോദിച്ചാൽ ലിവർ. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഗ്ലാൻഡ്. കൂടാതെ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന, ഇനി ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ് അങ്ങനെ ചോദിക്കും. തൈറോയിഡ് എന്ന് എടുത്ത് പറയാതെ. തൈറോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൈറോക്സിൻ വരും. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് വെച്ചാൽ അതും തൈറോക്സിൻ ആണ്. തൈറോക്സിന്റെ ഫംഗ്ഷൻ എന്താ? മെറ്റബോളിക് റേറ്റ് കൺട്രോൾ ചെയ്യും. അടുത്തത് ഡൗൺ സിൻഡ്രോം. Down syndrome is due to 44A plus XXY, 44A plus XY, 45A plus XY, 44A plus XO. Answer is 45A plus XY. നമുക്കറിയാം ഡൗൺ സിൻഡ്രോം ഉണ്ട്, ക്ലൈനിഫെൽറ്റർ സിൻഡ്രോം ഉണ്ട്, ടേണർ സിൻഡ്രോം ഉണ്ട്. അതില് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാല് എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു ഓട്ടോസോം കാണും. നോർമലി നമുക്ക് 23 പെയർ ഓഫ് ക്രോമസോംസ് ആണ്, അതായത് 46 ക്രോമസോംസ് ആണ്. അതിൽ 22 പെയർ എന്ന് പറയുന്നത് ഓട്ടോസോംസ് ആണ്, 1 പെയർ എന്ന് പറയുന്നത് സെക്സ് ക്രോമസോംസ് ആണ്. ഈ ഓട്ടോസോംസ് പറയുന്നത് മറ്റു ഫംഗ്ഷൻസിനെ കൺട്രോൾ ചെയ്യും, പക്ഷെ സെക്സ് ഡിറ്റർമിനേഷനിൽ അവർക്ക് റോൾ ഇല്ല. പക്ഷെ സെക്സ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സെക്സ് ഡിറ്റർമിനേഷനിൽ റോൾ ഉണ്ട്. അത് XX ആണെങ്കിൽ ആ ഇൻഡിവിജ്വലി മെയിൽ ആയിരിക്കും, XY ആണെങ്കിൽ ഇൻഡിവിജ്വലി XX ആണെങ്കിൽ ഇൻഡിവിജ്വലി ഫീമെയിൽ ആയിരിക്കും, XY ആണെങ്കിൽ ഇൻഡിവിജ്വലി മെയിൽ ആയിരിക്കും. ഇങ്ങനെയാണ് നോർമൽ. അപ്പൊ നമ്മുടെ നോർമൽ ആയിട്ട് ഒരു ഹ്യൂമൻ മെയിലിന്റെ, നോർമൽ ആയിട്ട് ഒരു ഹ്യൂമൻ മെയിലിന്റെ ക്രോമസോം നമ്പർ എന്ന് പറഞ്ഞാല് 45A പ്ലസ് 44A പ്ലസ് XY. നോർമൽ മെയിൽ എന്ന് പറഞ്ഞാൽ 44A പ്ലസ് XY, അതായത് 44 ഓട്ടോസോംസ്. പിന്നെ മൊത്തം 46 ക്രോമസോംസ് ഉണ്ട്, 23 പെയർ അല്ലെ 46 ഉണ്ട്. അതിൽ 44 എണ്ണം ഓട്ടോസോംസ്. അപ്പൊ നമ്മൾ 44A പ്ലസ് XY, 2 സെക്സ് ക്രോമസോം. നോർമൽ ഹ്യൂമൻ ഫീമെയിലിന്റെ എങ്ങനെയായിരിക്കും? 44A പ്ലസ് XX, 44 ഓട്ടോസോം, 2 സെക്സ് ക്രോമസോം. ഫീമെയിൽ ആയതുകൊണ്ട് അത് എങ്ങനെയായിരിക്കും? XX. മെയിലിനാണെങ്കിൽ 44A പ്ലസ് XY. ഇത്രയും നോർമൽ അറിഞ്ഞിരുന്നു കഴിഞ്ഞാല് ഇനി നമുക്ക്, ഞാൻ പറയാണ്, ഒരു കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ആണ്, അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഒരു ഓട്ടോസോമിന്റെ എണ്ണം കൂടുതലാണ്, ഓട്ടോസോം നമ്പർ 21ന്റെ എണ്ണം കൂടുതലാണ് എന്ന് പറയുമ്പോൾ 44A എന്നുള്ളത് എന്താവും? ഒരു ഓട്ടോസോമും കൂടെ കൂടിയപ്പോൾ 45A ആയി. സെക്സ് ക്രോമസോമിൽ ഒരു മാറ്റവും ഇല്ല. ഡൗൺ സിൻഡ്രോം സെക്സ് ക്രോമസോമിനെ ബാധിക്കത്തില്ല. അപ്പൊ എന്താണ് ഡൗൺ സിൻഡ്രോമിന്റെ ആൻസർ? 45A പ്ലസ് XY. ഇനി ഞാൻ പറയാണ്, ഒരു കുട്ടിക്ക് ക്ലൈനിഫെൽറ്റർ സിൻഡ്രോം ഉണ്ട്. അതിന്റെ അർത്ഥം ആ കുട്ടി ഒരു ഫീമെയിൽ ആണ്, പക്ഷെ ആ കുട്ടി ഒരു മെയിൽ ആണ്, പക്ഷെ ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം ഉണ്ട്. ഓക്കെ, അപ്പൊ നോർമൽ മെയിൽ എങ്ങനെയാ? 44A പ്ലസ് XY. ഇനി ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം വരുമ്പോ 44A തന്നെ, കാരണം ഓട്ടോസോമിനെ എഫക്ട് ചെയ്യുന്നില്ല, പക്ഷെ സെക്സ് ക്രോമസോമിൽ ഒരു എക്സ്ട്രാ എക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? XY. ഇനി അടുത്ത് ഞാൻ പറയാണ്, ഒരു കുട്ടിക്ക് ടേണർ സിൻഡ്രോം ആണ് എന്ന് വെച്ചാൽ ആ കുട്ടി ഒരു പെൺകുട്ടിയാണ്, പക്ഷെ ഒരു എക്സ് ക്രോമസോം കുറവാണ്. അപ്പൊ എങ്ങനെ നോർമൽ പെൺകുട്ടിയുടെ നമ്മൾ എഴുതുന്നത്? 44A പ്ലസ് XX. ഈ കുട്ടി ടേണേഴ്സ് കുട്ടി ആയതുകൊണ്ട് തന്നെ ഒരു എക്സ് ക്രോമസോം കുറവാണ്, അപ്പൊ ഓട്ടോസോമിൽ മാറ്റമില്ല. 44A പ്ലസ് XO. ഓക്കെ, ആദ്യമേ എഴുതിയ ഡെഫിനിഷൻ മനസ്സിലാക്കുക, നോർമൽ മനസ്സിലാക്കുക, ഓരോ ഡെഫിനിഷൻ അനുസരിച്ച് മാറ്റുക. നോർമൽ എന്ന് പറഞ്ഞാൽ ഫോർ നോർമൽ ഹ്യൂമൻ മെയിൽ 44A plus XY. For normal human female 44A plus XX. ഇനി ഡെഫിനേഷൻ പഠിക്കുക. ഡൗൺ സിൻഡ്രോം മീൻസ് ട്രൈസോമി ഓഫ് 21. അപ്പൊ അവിടെ ഓട്ടോസോമിൽ എണ്ണം കൂട്ടുക, സെക്സ് ക്രോമസോമിൽ മാറ്റുന്നില്ല. 44A becomes 45A plus XY. ഇനി ക്ലൈനിഫെൽറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കോസ്ഡ് ബൈ പ്രസൻസ് ഓഫ് എൻ എക്സ്ട്രാ സെക്സ് ക്രോമസോം, അതായത് എക്സ് ക്രോമസോം, XXY ഇൻസ്റ്റെഡ് ഓഫ് XY. അപ്പൊ 44A പ്ലസ് XY എന്നുള്ളടത്ത് 44A പ്ലസ് XXY എന്ന് എഴുതണം. അടുത്ത ടേണേഴ്സ്. ദിസ് ഇസ് കോസ്ഡ് ബൈ ലാക്ക് ഓഫ് സെക്സ് ക്രോമസോം ഇൻസ്റ്റെഡ് ഓഫ് XX. അപ്പൊ ഇവിടെ ഫീമെയിൽ ആണ്, നോർമൽ ഫീമെയിൽ ആണെങ്കിൽ 44A പ്ലസ് XX ആണ്. ഇവിടെ ഒരു എക്സ് ക്രോമസോം കുറവാണ്, സോ 44A പ്ലസ് XO. രണ്ട് രീതിയിലും ചോദിക്കാം. ക്രോമസോം നമ്പർ അനുസരിച്ച് ചോദിക്കാൻ പറ്റും, ചിലപ്പോൾ ഡയറക്റ്റ് ഡെഫിനേഷൻ ആയിട്ടും ചോദിക്കാം. അപ്പൊ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് great reduction in the quantity of lymphocytes that disrupts the proper functioning of immune system.
This occurs due to acquired immune deficiency syndrome, typhoid, dengue fever, malaria. അല്ലെ, നമ്മൾ ബാക്കി എല്ലാം നമ്മൾ പഠിച്ച ഡിസീസ് തന്നെ. അപ്പൊ നമുക്കറിയാം റിഡക്ഷൻ ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ലിംഫോസൈറ്റ്സ് നടക്കുന്ന എവിടെയാണ്? നമ്മുടെ ടി ലിംഫോസൈറ്റ്സിനെയൊക്കെ ബാധിച്ച് CD4+ സെൽസിനെയൊക്കെ നശിപ്പിക്കുന്ന എയ്ഡ്സിലാണെന്ന് അറിയാം. അല്ലാതെ തന്നെ എയ്ഡ്സിന്റെ ഡെഫിനേഷൻ അറിയാമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയാണ് ബാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എയ്ഡ്സ് ആണെന്ന് ആ പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. ഇനിയിപ്പോ ഡിസീസിനെ പറ്റി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എയ്ഡ്സ് കോസ് ചെയ്യുന്ന വൈറസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV വൈറസ്. Acquired immunodeficiency syndrome (AIDS) is caused by HIV or human immunodeficiency virus. AIDS ന്റെ വൈറസിലാണ് HIV അല്ലെങ്കിൽ human immunodeficiency virus. AIDS ന്റെ full form ആണ് acquired immunodeficiency syndrome. The infection causes progressive destruction of the cell-mediated immunity (CMI). Cell-mediated immunity ആണ് എഫക്ട് ചെയ്യുന്നത്. രണ്ട് immunity ഉണ്ട് നമുക്ക്, ഹ്യൂമറിലും സെൽ-mediated. സെൽ-mediated immunity ആണ് ഇത് എഫക്റ്റഡ് ആവുന്നത്. Primarily by eliminating CD4+ T helper T lymphocytes. എന്തിനെയാണ് നശിപ്പിക്കുന്നത്? നമ്മുടെ T lymphocytes-നെയാണ് നശിപ്പിക്കുന്നത്. ഹെൽപ്പർ ഏത് ലിംഫോസൈറ്റ്സിനെയാണ്? ഹെൽപ്പർ T lymphocytes-നെയാണ് നശിപ്പിക്കുന്നത്. ഡിക്രീസ് ഇമ്മ്യൂണിറ്റി ലീഡ്സ് ടു ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ആൻഡ് സർട്ടൻ ക്യാൻസേഴ്സ്. അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ എന്ത് പറ്റും? ചിലതരം ക്യാൻസേഴ്സ് വരും, അതുപോലെ തന്നെ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ്. അല്ല എങ്കിൽ വരാൻ പറ്റത്തില്ല. നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആണെങ്കിൽ ഇൻഫെക്ഷൻസ് ഒന്നും നമ്മളെ ബാധിക്കാൻ പറ്റില്ല. പക്ഷേ എയ്ഡ്സ് വന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പം അത് കാരണം ആ സ്ഥലത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിനെ മുതലെടുത്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റി മുതലെടുത്തുകൊണ്ട് വരുന്ന ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ. നമ്മൾ കാൻഡിയാസിസ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നു നേരം പഠിച്ചപ്പോൾ. സോ അതാണ് ആൻസർ. സോ എയ്ഡ്സ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്, ഇമ്മ്യൂണിറ്റിനെയാണ് ബാധിക്കുന്നത്. HIV വൈറസ് ആണ്, സെൽ-മേഡ് ഇമ്മ്യൂണിറ്റിയാണ് ബാധിക്കുന്നത്. CD4+ ഹെൽപ്പർ T സെൽസിനെയാണ് ബാധിക്കുന്നത്. അത് കാരണം ഇമ്മ്യൂണിറ്റി കുറയും, അപ്പോൾ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. നെക്സ്റ്റ്, Archaeopteryx shows a unique combination of characteristics of. അതായത് ആർക്കിയോപ്ട്രിക്സ് എന്ന ബേർഡിനെ പറ്റിയാണ്, ആർക്കിയോപ്ട്രിക്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം എന്താണ് കോമ്പിനേഷൻ? എന്തിന്റെ കോമ്പിനേഷൻ ആണ് ആർക്കിയോപ്ട്രിക്സ്? ഡൈനോസർ ആൻഡ് ബേർഡ്, ഡൈനോസർ ആൻഡ് ക്രോക്കഡൈൽ, ബാറ്റ് ആൻഡ് ലിസർഡ്, കെലോട്ടസ് ആൻഡ് ബേർഡ്. ഡൈനോസർ ആൻഡ് ബേർഡ് അതൊക്കെ അങ്ങ് കാണാതെ പഠിച്ചേക്കുക, അല്ല നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഓർക്കാൻ എളുപ്പത്തിന് ഈ ഇമേജ്, അതായത് ആർക്കിയോപ്ട്രിക്സിന് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇമേജ് ആണ്. അതായത് ഡൈനോസർ ഈ ഒരു പോർഷനൊക്കെ, ഈ ഒരു പോർഷനും ഈ സ്കെയിൽസിന്റെ ഒക്കെ പോർഷനും കുറച്ചൊക്കെ ഡൈനോസർ ഈ ഒരു ബോഡി ഇപ്പൊ ഈ വിങ്സിനെ ഒന്ന് മറച്ചു പിടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡൈനോസറിനെ ഏകദേശം റിസംബിൾ ചെയ്യും. എന്നാൽ ഈ ബീക്കിന്റെ പോർഷനും വിങ്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബേർഡ് പോലെ ഇരിക്കും. Archaeopteryx is known as the earliest and most primitive bird. Archaeopteryx is said to be considered a link between birds and reptiles. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ഒന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. Archaeopteryx shows unique combination of characteristics of dash. ആൻസർ ഡിനോസർ ആൻഡ് ബേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കാം, ഡിനോസർ ആൻഡ് ബേർഡ് കോമ്പിനേഷൻ വരുന്ന ജീവി ഏതാണ്? രണ്ട് മൂന്നാല് ഓപ്ഷൻസ്. അതിന് ആൻസർ എന്താണ്? ആർക്കിയോപ്ട്രിക്സ്. ഇനി അടുത്ത ചോദ്യം, ഏർലിയസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രിമിറ്റീവ് ബേർഡ് അല്ലെങ്കിൽ ആൻസിസ്റ്റർ ഓഫ് ഏർലിയസ്റ്റ് ആൻസിസ്റ്റർ ഓഫ് ബേർഡ്സ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ആർക്കിയോപ്ട്രിക്സ് ആണ്. ഇനി അടുത്ത ചോദ്യം, ആർക്കിയോപ്ട്രിക്സ് is said to be connecting link between birds and reptiles. അപ്പൊ which organism is considered as the connecting link between birds and reptiles? അവിടെ ആർക്കിയോപ്ട്രിക്സ് ആൻസർ. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം പഠിച്ചിരിക്കുക. അടുത്തത്, ഓർഗാനിസം can pass on characters that is acquired during a lifetime to its offspring. Who gave the idea? ഒരു ജീവിതകാലത്ത് ഒരു ഓർഗാനിസം അക്വയർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി അക്വയർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് സ്പ്രിങ്സിന് കൊടുക്കാൻ പറ്റും. ഈ തിയറി ആര് കണ്ടുപിടിച്ച തിയറിയാണ്? ഓപ്ഷൻ എ ഡാർവിൻ, ഓപ്ഷൻ ബി ഹ്യൂഗോ ഡീവ്രി, ഓപ്ഷൻ സി ലമാർക്ക്, ഓപ്ഷൻ ഡി വാലസ്. Answer is option C, Lamarck. Lamarck's theory of evolution is also known as theory of inheritance of acquired characteristics. He believed that characteristics of an individual gains during his lifetime are passed on to next generation. Use and disuse theory ഒക്കെ പറഞ്ഞ് Lamarck ആണ്. അതായത് ഈ ലൈഫ് ടൈമിൽ ഒരു ഇൻഡിവിജ്വൽ അക്വയർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ, വെരി നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഡയറക്ട്ലി പാസ് ഓൺ ചെയ്യപ്പെടും. ഓക്കെ, Lamarck's theory of inheritance of acquired characteristics. Acquired characteristics എവിടെയെങ്കിലും കണ്ടത് ലമാർക്ക് ആണ്. Charles Darwin, also known as father of evolution due to his contribution to establishment of theory of evolution. അതുപോലെ ഈ ഓപ്ഷനിലുള്ള അടുത്ത ആളാണ് ചാൾസ് ഡാർവിൻ. ഡാർവിന്റെ പ്രത്യേകത എന്താണ്? ഫാദർ ഓഫ് എവല്യൂഷൻ, തിയറി ഓഫ് എവല്യൂഷൻ പറഞ്ഞ ആളാണ്. His theory helped in removing all the conventional old beliefs which said that the formation of various species was supernatural phenomenon or act of Almighty. അപ്പൊ മുൻപ് സൂപ്പർ നാച്ചുറൽ ഫിനോമിനൻ വഴിയാണ്
ഇവല്യൂഷൻ നടന്നൊക്കെ പറഞ്ഞ എല്ലാ തിയറിയും ഡാർവിന്റെ തിയറിയോടുകൂടി നമുക്ക് ഡിസ്മിസ് ചെയ്യാൻ പറ്റി. ഡാർവിൻസ് എവല്യൂഷണറി തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഗേവ് മോർ റാഷണൽ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. ആസ് പെർ natural selection, various species originated from single species as a result of adaptation to changing environment. അപ്പൊ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഒന്ന്, ഫാദർ ഓഫ് എവല്യൂഷൻ ആരാണ്? ചാൾസ് ഡാർവിൻ. തിയറി ഓഫ് എവല്യൂഷൻ പറഞ്ഞ ആളാരാണ്? ചാൾസ് ഡാർവിൻ. പിന്നെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പറഞ്ഞ ആളാരാണ്? ചാൾസ് ഡാർവിൻ. ക്വസ്റ്റ്യനിൽ നാച്ചുറൽ സെലക്ഷൻ കണ്ടാൽ ആൻസർ ഡാർവിനിലേക്ക് പോകും. ക്വസ്റ്റ്യനിൽ അക്വയർഡ് ക്യാരക്ടർ, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അക്വയർഡ് എന്ന വാക്ക് കണ്ടാൽ നമ്മൾ ലമാർക്കിലേക്ക് പോകണം. അടുത്തത് Hugo de Vries, a Dutch botanist in 1902, proposed that variations are brought out by mutations. Mutations are sudden changes in the genetic makeup of organism. Hugo de Vries's contribution and fully mutation theory support ചെയ്യാറുണ്ട്. പുള്ളി പറയുന്നത് സഡൻ ചേഞ്ചസ് തന്നെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ മ്യൂട്ടേഷൻസ് ആണ് വേരിയേഷൻസിന് കാരണം. സോ മ്യൂട്ടേഷൻ, വേരിയേഷൻ ഈ വാക്കുകളൊക്കെ കേട്ട അതായത് ഹ്യൂഗോ ഡി വ്രീസ് എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തും, എന്ന ആൻസറിലേക്ക് നമ്മൾ എത്തുന്നു. ഡെഫിനറ്റ്ലി ആ ചാപ്റ്റർ എടുത്ത തിയറീസ് ഒക്കെ പഠിക്കണം. ഇനിയിപ്പോ ഒന്നും അറിയില്ലെങ്കിലും കണക്ട് ചെയ്യാനുള്ള കണക്ടിങ് വേർഡ്സ് ആണ് പറഞ്ഞു തരുന്നത്. ന്യൂറോ ഡീവീസിലേക്ക് കണക്ട് ചെയ്യേണ്ട വേർഡ്സ് ആണ് മ്യൂട്ടേഷൻ, അതുപോലെ തന്നെ വേരിയേഷൻ. സഡൻ ചേഞ്ചസ്, മ്യൂട്ടേഷൻ സഡൻ ചേഞ്ചസ്, ദേ മേക്ക് അപ്പ് വേരിയേഷൻസ്. അതേപോലെ ലമാർക്കിനെ കണക്ട് ചെയ്യുന്ന മെയിൻ വേർഡ്സ് ആണ് അക്വയർഡ് ക്യാരക്ടർ, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. ചാൾസ് ഡാർവിൻ, തിയറി ഓഫ് എവല്യൂഷൻ, നാച്ചുറൽ സെലക്ഷൻ. അടുത്തത് ആൽഫ്രഡ് ബാലസ്, a naturalist who worked in Malay archipelago, had also come to similar conclusions around the same time. In due course of time, apparently new types of organisms are recognizable. All the existing forms share similarity with common ancestors. ഈ ഒരു സെന്റൻസിന് മനസ്സിലാക്കി, അതായത് ഡാർവിൻ പറഞ്ഞ ഏകദേശം സിമിലർ കാര്യങ്ങളാണ് ആൽഫ്രഡ് ബാലൻസും പറഞ്ഞതുകൊണ്ട് ആ സെന്റൻസ് സമയത്ത് ആര് പറഞ്ഞാന്ന് ചോദിക്കാൻ ചാൻസില്ല. പക്ഷെ ഡാർവിൻ പറഞ്ഞതുപോലെ സിമിലർ ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ആൽഫ്രഡ് ബാലൻസ് ആണ്. പിന്നെ പുള്ളി വർക്ക് ചെയ്തിരുന്നത് മലൈ ആർച്ചിപ്പെലഗോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കുക. All are cause-specific categorization of adverse events following immunization except AEFI, adverse effects following immunization. എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതിലേതാണ് അല്ലാത്തത്? അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ അല്ലാത്ത ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഇമ്മ്യൂണൈസേഷൻ അതായത് കോസ് സ്പെസിഫിക് അല്ലാത്ത ഏതാണ് ചോദിച്ചിരിക്കുന്നത്? എല്ലാം തന്നെ AEFI ആണ്, അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ ആണ്. പക്ഷെ അതിൽ കോസ് സ്പെസിഫിക് അല്ലാത്ത ഏതാണ് ചോദിച്ചിരിക്കുന്നത്? Option A, immunization anxiety related reaction. B, immunization error related reaction. Option C, unknown reaction. Option D, vaccine product related reaction. Okay. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? കോസ് സ്പെസിഫിക് അല്ലാത്ത എന്താണ്? ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ അറിയാം, എല്ലാം തന്നെയും AEFI ആണ്, അഡ്വേഴ്സ് ഇഫക്ട് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ ആണ്. അതിൽ ഏതാണ് കോസ് സ്പെസിഫിക് അല്ലാത്തത്? പ്രത്യേകിച്ച് കാരണം ഉണ്ടെങ്കിലേ വരുള്ളൂ എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലെങ്കിലും വരാൻ ചാൻസ് ഇല്ല. ഇതിനൊരു പർട്ടിക്കുലർ കാരണമില്ല, എന്തും കാരണമാണ്, അങ്ങനെയുള്ള എന്താണ്? ആദ്യത്തേത് ഇമ്മ്യൂണൈസേഷൻ ആൻസൈറ്റി റിലേറ്റഡ് റിയാക്ഷൻ. അതായത് ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്ന സമയത്ത് ഇഞ്ചക്ഷനോടുള്ള പേടി, എനിക്ക് എന്തെങ്കിലും സംഭവിക്കും അങ്ങനത്തെ പേടിയായിട്ട്, അതൊരു സ്പെസിഫിക് കാരണമില്ലേ, അവർക്ക് ആൻസൈറ്റി ഉണ്ട്. ഇനി ഇമ്മ്യൂണൈസേഷൻ റിലേറ്റഡ് എറർ റിലേറ്റഡ് റിയാക്ഷൻ, ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്ന സമയത്ത് എടുക്കുന്ന ഡോക്ടറിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ നഴ്സിന്റെ ഭാഗത്തോ ഉണ്ടാകുന്ന തെറ്റുകൾ, എടുക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ എടുക്കുന്ന മരുന്നിന്റെ അളവ്, അതിലൊക്കെ ഉണ്ടാകുന്ന തെറ്റുകൾ, ആ പ്രൊസീജിയറിൽ വരുന്ന തെറ്റുകൾ ആണ് ഇമ്മ്യൂണൈസേഷൻ എറർ റിലേറ്റഡ് റിയാക്ഷൻ. അവിടെ ഒരു സ്പെസിഫിക് കാരണമില്ലേ, അളവ് കൂടിപ്പോയി അല്ലെ കുറഞ്ഞുപോയി, എടുത്ത സൈറ്റ് മാറിപ്പോയി അല്ലെങ്കിൽ പ്രിക്ക് ചെയ്ത മെത്തേഡ് മാറിപ്പോയി, തെറ്റിപ്പോയി, സ്പെസിഫിക് കാരണമുണ്ട്. അടുത്തത് ഓപ്ഷൻ ഡി നോക്കാം, വാക്സിൻ പ്രോഡക്റ്റ് റിലേറ്റഡ് റിയാക്ഷൻ. ഈ വാക്സിന്റെ പ്രോഡക്റ്റ് കാരണം, ഇപ്പൊ കോവിഡ് വാക്സിന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ അത് കാരണമുള്ള റിയാക്ഷൻ, അല്ലെങ്കിൽ HPV വാക്സിൻ ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് കാരണമുള്ള റിയാക്ഷൻ, പോളിയോ ആണെങ്കിൽ അത് കിൽഡ് ആണോ ലൈവ് ആണോ അതിനനുസരിച്ചുള്ള കോംപ്ലിക്കേഷൻ. അപ്പൊ അതൊക്കെ ആ വാക്സിൻ പ്രോഡക്റ്റ് അവിടെ ഒരു കാരണം. പക്ഷെ അൺനോൺ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും കോസ് സ്പെസിഫിക് ഉണ്ടോ? അൺനോൺ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കോസ് അറിയാത്തതുകൊണ്ട് അൺനോൺ എന്ന് പറഞ്ഞു. അപ്പൊ കോസ് സ്പെസിഫിക് അല്ലാത്ത ഏതാണ്? അൺനോൺ റിയാക്ഷൻ ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ സി, അൺനോൺ റിയാക്ഷൻ. ബാക്കിയെല്ലാം നമുക്ക് ജസ്റ്റ് നോക്കിയപ്പോൾ ഫസ്റ്റ് vaccine product related reaction. Description: an AEFI that is caused or precipitated by a vaccine due to one or more of the inherent properties of vaccine product. Example: extensive limb swelling following DTP vaccination. ഒരാൾ DTPയുടെ വാക്സിൻ എടുത്തു, അത് കഴിഞ്ഞ് പെട്ടെന്ന് എടുത്ത കൈ അങ്ങ് തടിച്ചു വന്നു, പെട്ടെന്ന് ഭയങ്കര ഓവറായിട്ട് സ്വെല്ലിങ് നടന്നു. അത് എന്തുകൊണ്ടാണ്? ആ വാക്സിനിൽ ഉണ്ടായ പ്രോഡക്റ്റ് കാരണം, DTP വാക്സിന്റെ കമ്പോണൻസ്, ആ വാക്സിനകത്തുള്ള സബ്സ്റ്റൻസ് കാരണം
ഉണ്ടായ കോംപ്ലിക്കേഷൻ ആണ് വാക്സിൻ പ്രോഡക്റ്റ് റിലേറ്റഡ് റിയാക്ഷൻ. അടുത്തത് വാക്സിൻ ക്വാളിറ്റി ഡിഫക്ട് റിലേറ്റഡ് റിയാക്ഷൻ. An AEFI that is caused or precipitated by a vaccine that is due to one or more quality defects of the vaccine product, including its administration device as provided by manufacturer. Failure by manufacturer to completely inactivate a lot of inactivate polio vaccine leads to case of paralytic polio. ഒരാൾക്ക് പോളിയോ വാക്സിൻ എടുക്കും, പാരലിസിസ് വരാതിരിക്കാനാണ് പോളിയോ വാക്സിൻ എടുക്കുന്നത്. പക്ഷെ നമ്മൾ പറയും പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആണെന്ന് പറയും. എന്നിട്ട് അതിനെ കംപ്ലീറ്റ്ലി ഇനാക്റ്റീവ്, നമ്മൾ എല്ലാ വാക്സിൻ എന്ന് പറയുമ്പോഴും നമ്മുടെ കൺസെപ്റ്റ് ഇതാണല്ലോ, ഇനാക്ടിവേറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇൻഫെക്ട് ഉണ്ടാകും. പക്ഷെ ആ മാനുഫാക്ചറർ അതിനെ കറക്റ്റ് ആയിട്ട് ഇനാക്ടിവേറ്റ് ചെയ്തില്ല. ഈ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയ പോളിയോ വൈറസ് തന്നെ ആക്റ്റീവ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആൾക്ക് പോളിയോ വന്നു, പാരലൈസ്ഡ് ആയിട്ട്. അവിടെ എന്താണ്, വാക്സിന്റെ ക്വാളിറ്റി കാരണമുള്ള പ്രശ്നമാണ്, ക്വാളിറ്റി ഡിഫക്ട് റിലേറ്റഡ് റിയാക്ഷൻ ആണ്. Immunization error related reaction, an AEFI that is caused by inappropriate vaccine handling, prescribing or administration, transmission of infection by contaminated multidose virus. എന്താ പറ്റുന്ന വെച്ചാൽ ഇവിടെ ഇമ്മ്യൂണൈസേഷൻ എറർ ചെയ്യുന്ന പ്രോസസ്സിൽ വരുന്ന തെറ്റാണ്. ഒരാൾക്ക് എടുത്തത് തന്നെ നമ്മൾ വേറൊരാൾക്ക് എടുത്ത് അങ്ങനെ എന്ത് പറ്റി, ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ആയി, ഒരാൾക്കുള്ള ഇൻഫെക്ഷൻ മറ്റേ ആൾക്കായി, അത് അവിടുത്തെ ആ പ്രൊസീജിയറിൽ വരുന്ന എററാണ്. Immunization anxiety related reaction, an AEFI arising from anxiety about immunization. Vasovagal syncopin and adolescent following വാക്സിനേഷൻ. പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കുമ്പോൾ അത് എടുക്കുന്നത് കാണുമ്പോൾ, സിറിഞ്ച് കാണുമ്പോൾ, അല്ലെങ്കിൽ ബ്ലഡ് വല്ലതും കണ്ടാൽ അത് കാണുമ്പോൾ, അല്ലെങ്കിൽ എടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് ഈ പേടിച്ചങ്ങ് തല അറിഞ്ഞ് വീഴുക, അല്ലെ ബോധം പോയി ഇങ്ങനെ സ്റ്റില്ലായിട്ടിരിക്കുക, അതൊക്കെ ആൻസൈറ്റി റിലേറ്റഡ് റിയാക്ഷൻസ് ആണ്. കോഇൻസിഡന്റൽ ഇവന്റ്സ്, an AEFI caused by something other than the vaccine product, immunization or immunization anxiety. ഈ വാക്സിൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ ഇപ്പൊ DTP കാരണം കാല് വീണെങ്കിൽ അത് വാക്സിന്റെ പ്രോഡക്റ്റ് കാരണമാണ്. പോളിയോ വാക്സിൻ എടുത്ത ആൾക്ക് പോളിയോ വരാതിരിക്കാൻ വേണ്ടി എടുത്ത വാക്സിൻ കാരണം പോളിയോ വന്ന് കാല് തളർന്നു പോകുന്നെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്തപ്പോൾ ഉള്ള തെറ്റാണ്, അതിന്റെ ക്വാളിറ്റി ഡിഫക്റ്റ് ആണ്. ഇനി ഒരാൾക്ക് വാക്സിൻ എടുത്ത് വയലിൽ തന്നെ വേറൊരാൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ സ്പ്രെഡായി അത് പ്രൊസീജിയറിൽ വന്ന തെറ്റാണ്. ഒരു വാക്സിൻ എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി തലറിഞ്ഞു വീണെങ്കിൽ അത് ആ കുട്ടിയുടെ ആൻസൈറ്റി കാരണം, പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ലാതെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊന്നും അല്ലാതെ ഉണ്ടാകും നമ്മൾ കോയിൻസിഡന്റൽ ഈവന്റ് അല്ലെങ്കിൽ അൺനോൺ റിയാക്ഷൻ എന്ന് പറയും. ആ ഫീവർ ആഫ്റ്റർ വാക്സിനേഷൻ, ടെമ്പറൽ അസേഷൻ, മലേറിയൽ പാരസിറ്റ് ബ്ലഡ്. അതായത് ഒരു പനി വന്നു, വാക്സിൻ എടുത്ത് പെട്ടെന്ന് അയാൾക്ക് ഒരു പനി വന്നു, എന്നിട്ട് നോക്കുമ്പോൾ അത് മലേറിയ ആണ്. ഒരിക്കലും ആ വാക്സിൻ കാരണമല്ല, പക്ഷെ വാക്സിൻ എടുത്ത കഴിഞ്ഞാണ് ഈ പനി വന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല എക്സാക്ട്ലി വാക്സിൻ ആണോ കാരണം എന്ന്. ഈ വാക്സിൻ കാരണമാണോ അയാൾക്ക് ഈ ഫീവർ വന്നത്, അല്ലെങ്കിൽ ഈ ഫീവർ ഇത്രയും കൂടാൻ കാരണം ഈ വാക്സിൻ കാരണം നമുക്ക് പറയാൻ പറ്റില്ല. ഡയറക്റ്റ് ആയിട്ട് റിലേഷൻ ഇല്ല. അതിന് നമ്മൾ കോയിൻസിഡന്റ് ഇവന്റ്സ് അല്ലെങ്കിൽ അൺനോൺ റിയാക്ഷൻ എന്ന് പറയും. അടുത്തത്, all are true about mass drug administration in filariasis etc. all എന്നുള്ളതും ചേർത്തേക്കണേ. All are true about mass drug administration, filariasis, etc. അതായത് ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ് മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഫൈലേറിയാസിനെ പറ്റി, ഒരെണ്ണം ഒഴിച്ച്. അതേതാണ് കണ്ടുപിടിക്കുക. Given to all about 2 years of age except pregnant and seriously ill patients. അതായത് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാസ് ഫൈലേറിയാസിന്റെ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാറില്ല. അതേപോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസിന് കൊടുക്കാറില്ല. ശരിയാണ്. ഇൻഡിക്കേറ്റഡ് ഇൻ ഹൈലി എൻഡമിക് ഏരിയാസ്, ഈ അസുഖം ഏറ്റവും കൂടുതലുള്ള റീജിയനിലാണ് നമ്മൾ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. ശരിയല്ലേ? നമ്മുടെയൊക്കെ വീട്ടിലൊന്നും ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ഏരിയാസ്, ഫോർ എക്സാമ്പിൾ കേരളമൊക്കെ എടുക്കണമെങ്കിൽ ആലപ്പുഴയിലെ കുട്ടനാട്, ചേർത്തല അങ്ങനത്തെ ഏരിയസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടുള്ളത്. ഈ മന്ദരോഗം അല്ലെങ്കിൽ ഫൈലേറിയാസ്, അവിടെയാണ് പോയി മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. Given only if the people have microfilariemia or disease manifestations. ആ ആൾക്ക് അസുഖത്തിന് ലക്ഷണം വന്നാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണോ? അല്ല. ആ സ്ഥലത്തുള്ള എല്ലാവർക്കും നമ്മൾ ഈ മരുന്ന് കൊടുക്കും. കാരണം ഒന്നെങ്കിൽ അവർക്ക് അസുഖം വരാം, അല്ലെ അവരെ അസുഖത്തിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏജന്റ് ആവും. രണ്ടും. ചിലപ്പോൾ ഇവർക്ക് സിംറ്റം ഇല്ല, പക്ഷെ ഇവരുടെ ബോഡിയിൽ ആ മൈക്രോഫൈലേറിയ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഇവരെ കുത്തിയ ഒരു കൊതുക് അസുഖം ഇല്ലാത്ത ഒരാളെ കുത്തിയ അവർക്കും സിംറ്റം വരും. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ തടയാൻ വേണ്ടി നമ്മൾ എല്ലാവർക്കും മെഡിസിൻ കൊടുക്കും. അപ്പൊ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ആൻസർ. സോ സി. ഇനി ഡി കൂടെ വായിക്കാം. അറ്റ്ലീസ്റ്റ് 80% കവറേജ് ഹാസ് ടു ബി അച്ചീവ്. യെസ്, കറക്റ്റ് ആണ്. NBA, that is filariasis, started as a mass campaign from 2004. Filariasis against ആയിട്ടുള്ള മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ക്യാമ്പയിൻ തുടങ്ങിയത് എപ്പോഴാണ്? 2004. ഇനിഷ്യലി വിത്ത് സിംഗിൾ ഡോസ് ഓഫ് DEC ആണ് ആദ്യം കൊടുത്തു തുടങ്ങിയത്. ഇൻ ദി ഇയർ 2017 വിത്ത് DEC പ്ലസ് ആൽബൻഡസോൾ
കോ അഡ്മിനിസ്ട്രേഷൻ ആദ്യം 2004 തുടങ്ങുമ്പോൾ DSC മാത്രമേ ഡൈതൈൽ കാർബമസിൻ DSC മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. 2007 ആയപ്പോ DSC പ്ലസ് ആൽബൻഡസോൾ കൊടുത്തു തുടങ്ങി. പ്രോഗ്രാമിന് കുറച്ചുകൂടി ഇഫക്റ്റീവ് DSC പ്ലസ് ആൽബൻഡസോൾ കോമ്പിനേഷൻ ആണ് മനസ്സിലായി. From 2018, triple drug therapy, that is DEC plus albendazole plus ivermectin, is launched initially in 5 selected districts. Since elimination target is approaching, first all the left-out districts which are yet to achieve elimination will be brought in the IDA. അത് കൺസിഡർ ചെയ്യേണ്ട. പക്ഷെ ആദ്യം 2004 ഈ മൾട്ടിപ്പിൾ ഡ്രഗ് അഡിക്ഷൻ അഗേൻസ്റ്റ് ഫൈലേരിയാസിസ് വന്നത് ഒരു പോയിന്റ് ആണ്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി MDA അഗേൻസ്റ്റ് ഫൈലേരിയാസിസ്, മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അഗേൻസ്റ്റ് ഫൈലേരിയാസിൽ ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. DEC 2007 അതിന്റെ കൂടെ ആൽബൻഡസോൾ വന്നു, 2018 അതിന്റെ കൂടെ ഇവർമെക്റ്റിനും കൂടെ വന്നെങ്കിലും DEC ഓർത്ത് വെക്കുക, അത് എന്തായാലും ഇമ്പോർട്ടന്റ് ഡ്രഗ് ആണ്. പിന്നെ ആനുവൽ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിംഗിൾ ഡോസ് ഓഫ് DEC ആൻഡ് ആൽബൻഡസോൾ ഫോർ 5 years or more to eligible population except pregnant children below 2 years of age and seriously ill persons to interrupt transmission of disease, home-based management of lymphedema cases and upscaling of hydrocele operations in identified CHCs or districts. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ അണ്ടറിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ തന്നെ MDA എന്താണ്? മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതിന്റെ അണ്ടറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 വയസ്സിന് ശേഷമുള്ള എല്ലാ കുട്ടികൾക്കും പിന്നെ മുതിർന്നവർക്ക് എല്ലാവർക്കും, പ്രഗ്നന്റ് ലേഡീസ് ഒഴിച്ച്, അതുപോലെ സീരിയസ് അസുഖമുള്ള എല്ലാവരും ഒഴിച്ച് 2 വയസ്സിന് മേലുള്ള എല്ലാ ആൾക്കാർക്കും നമ്മൾ ഈ മരുന്ന് കൊടുക്കും. DEC അല്ലെങ്കിൽ DEC പ്ലസ് ആൽബൻഡസോൾ കോമ്പിനേഷൻ, അല്ലെങ്കിൽ DEC പ്ലസ് ആൽബൻഡസോൾ പ്ലസ് ഇവർമെക്റ്റിൻ കോമ്പിനേഷൻ കൊടുക്കും. എത്ര നാള്? 5 വർഷത്തേക്കെങ്കിലും കൊടുക്കും. എവിടെ? എൻഡമിക് ഏരിയ, ഏറ്റവും കൂടുതൽ അസുഖമുള്ള ഏരിയാസിൽ കൊടുക്കും. എന്തിനു വേണ്ടി? ടു ഇന്ററപ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. ഫൈലിയാസിസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ മൈക്രോഫൈലേറിയ, അത് അസുഖത്തിന്റെ സ്പ്രെഡ് തടയാൻ വേണ്ടിയിട്ട്. ഇനി സ്പ്രെഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ വിഷറേറിയ, മല്ലായി വിഷറേറിയ, ബാങ്ക്രോപ്റ്റി. ഈ ഇതിനെ സ്പ്രെഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഫീമെയിൽ ക്യൂലെക്സ് മസ്കിറ്റോ ആണ് ഇതിനെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഈ ട്രാൻസ്മിഷൻ തടയാനാണ് നമ്മൾ ആളുകൾക്ക് എന്ത് കൊടുക്കുന്നത്? ഈ മെഡിസിൻ കൊടുക്കുന്നു. അതേപോലെ തന്നെ അവിടെ അതിന്റെ കൂടെ പാരലായിട്ട് തന്നെ ഇതിന്റെ എലിമിനേഷൻ വെക്ടർ എലിമിനേഷൻ പ്രോഗ്രാംസും കൂടെ നടത്തണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോഫൈലിയറിക്കെതിരെ നടക്കുന്ന മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തത്? 2004. രണ്ടാമത്, മൈക്രോഫൈലിയറിക്കെതിരെ നടത്തുന്ന മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാമിൽ ഏത് ഡ്രഗ് ആണ് കൊടുക്കുന്നത്? അത് ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. DEC. പിന്നീട് ആൽബൻഡസോളും 2007 വന്നോടും അതിന്റെ കൂടെ 2018 കൊടുത്തുള്ളത് ഓർത്ത് വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ലേ. അടുത്ത ചോദ്യം, ഏത് റീജിയനിലാണ് ചെയ്യുന്നത്? അതെവിടെ ചെയ്യുന്നത്? ഏറ്റവും എൻഡമിക് ആയിട്ടുള്ള റീജിയനിലാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ആർക്കൊക്കെയാണ് ചെയ്യുന്നത്? 2 വയസ്സിന് മുകളിലൊക്കെ എല്ലാവർക്കും ചെയ്യും. ഇനി ആർക്കൊക്കെയാണ് ചെയ്യാത്തത്? പ്രഗ്നന്റ് ലേഡീസിന് ചെയ്യില്ല, 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്യില്ല, സീരിയസ്ലി ഇല്ലായിട്ടുള്ള ആളുകൾക്ക് ചെയ്യില്ല. ഇനി എത്ര പേർക്ക് ചെയ്യണം? മിനിമം 80%, 80% ആൾക്കാർക്കെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇനി അതിന് നമ്മൾ ഈ പോയിന്റ് തെറ്റാന്നാ പറയുന്നത്. ഈവൻ ഓൺലി പീപ്പിൾ ഹാവ് മൈക്രോഫൈലിയർ ഡിസീസ് മാനിഫെസ്റ്റേഷൻസ്. അതിന്റെ അർത്ഥം സിംറ്റംസ് ഉള്ളവർക്ക് മാത്രം കൊടുക്കത്തുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, സിംറ്റംസ് ഇല്ലാത്തവർക്കും എല്ലാവർക്കും നമ്മൾ കൊടുക്കും. ആ പോയിന്റോട് നോട്ട് ചെയ്ത് നോക്കുക. അതായിരുന്നു ഇവിടുത്തെ ആൻസർ. അതെല്ലാം ചോദിക്കുന്ന ആൻസറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞത് തന്നെ. ഇതിന്റെ മെയിൻ എയിം എന്താണ്? ടു ഇന്ററപ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. അതിന്റെ കൂടെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഈ ഫൈലേറിയാസിസ് കാരണം ഉണ്ടാകുന്ന ലിംഫെഡിമ, ഹൈഡ്രോസിലൊക്കെ മാനേജ് ചെയ്യുന്ന, അതായത് അത് ഓൾറെഡി വന്നവർക്ക് അത് കാരണം ലിംഫെഡിമയും ഹൈഡ്രോസിലും ഒക്കെ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അതിനെ മാനേജ് ചെയ്യുക. അടുത്തത്, വിച്ച് ഓഫ് ദീസ് ഇസ് എ ലൈവ് വാക്സിൻ? ഏതൊക്കെയാണ് ഈ പറഞ്ഞ ലൈവ് വാക്സിൻ? പെന്റാവാലൻ വാക്സിൻ, മീസിൽസ് വാക്സിൻ, ടിറ്റനസ് ടോക്സൈഡ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ. അത് കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകം കിട്ടും. മീസിൽസ് വാക്സിൻ ആണ്. ലൈവ് അക്ടിവേറ്റഡ് വാക്സിൻസ് ആണ് BCG, OPD, മീസിൽസ്, മംസ്, റുബെല്ല, യെല്ലോ ഫീവർ, ടൈഫറൽ, ലൈവ് പ്ലേഗ് വാക്സിൻ, വാരിസെല്ല വാക്സിൻ, എപ്പിഡമിക് ടൈഫസ് വാക്സിൻ, റോസ്റ്റർ വാക്സിൻ, കോൾഡ് റാപ്പിഡ് ഇൻഫ്ലുവൻസ, റോട്ടാ വൈറസ് റിയസോട്ടിൻ, സ്റ്റേ ലൈവ് വാക്സിൻ. കിൽഡ് ആണ് പെർtussis, IPV, റേബീസ്, കോളറ, മെനിഞ്ചോകോക്കൽ വാക്സിൻ, കിൽഡ് പ്ലേഗ് വാക്സിൻ, കിൽഡ് ഇൻഫ്ലുവൻസ, JE, KFT, ചിക്ക് ബോൺ എൻസെഫലൈറ്റിസ് വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ്. ഈ രണ്ടില് ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക. ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അത് പഠിക്കുക. എന്നിട്ട് ഏതാ പഠിച്ചതിന് ഓർത്ത് വെക്കുക. അവസാനം പഠിച്ചത് ലൈവ് ആണോ കിൽഡ് ആണോ പഠിച്ചതെന്ന് ഡൗട്ട് വരരുത്. ഏതെങ്കിലും ഒന്ന് പഠിക്കുന്ന ഉറപ്പിക്കുക, അത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ ലൈവ് ആണെങ്കിൽ നമുക്ക് പഠിച്ചതിൽ തന്നെ കിട്ടും. അല്ലാതാണെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനെങ്കിലും പറ്റും. ഇപ്പൊ ഇവിടെ ലൈവ് വാക്സിൻ. അപ്പൊ ഒരു കുട്ടി
ഈ ലൈവ് വാക്സിൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മീസിൽസ് ആണ് ലൈവ് എന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോ ഇതല്ല, ഇപ്പോഴത്തെ കോളോ പഠിച്ചെങ്കിൽ പെൻറ്റാവാലൻ, ടെറ്റനസ് ടോക്സോയിഡ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അതൊക്കെയാണ് ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഇവിടെ തന്നെ ഉണ്ട്. ടെറ്റനസ് ടോക്സോയിഡ് ആണ്. അപ്പൊ എന്തായാലും അത് ലൈവ് അല്ല, ആ പേരിൽ നിന്നാണ് നമുക്കറിയാം. പിന്നെ പെൻറ്റാവാലൻ വാക്സിൻ, അപ്പൊ അത് നമുക്ക് അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ലൈവ് വാക്സിൻ മീസിൽസ് വാക്സിൻ ആണെന്ന് പറയാൻ പറ്റും. സോ ഏതെങ്കിലും ഒരു കോളമെങ്കിലും മിനിമം പഠിച്ചിരിക്കുക. A severely malnourished child 6 months to 72 months of age gets the following calories and proteins per day through ICDS. ICDS Integrated Child Development Scheme ആണ് ICDS. അതിനനുസരിച്ച് ഒരു കുഞ്ഞിന് 6 months തൊട്ട് 72 months വരെയുള്ള ഏജ് ഉള്ള കുട്ടിക്ക് എത്രയാണ് ഡെയിലി റിക്വയർമെന്റ്, എത്രയാണ് അലവൻസ് കിട്ടുന്നത്, എത്ര കാലറി കിട്ടും, എത്ര പ്രോട്ടീൻ കിട്ടും, അതാണ് ചോദ്യം. ഓപ്ഷൻ എ 300 calories, 10 to 12 gram protein. Option B 500 calories, അതിൽ 12 to 15 gram protein. Option C 800 calories, 20 to 25 gram protein. Option D 1000 calories, 25 to 30 gram protein. Answer is option C 800 calories, 20 to 25 gram protein. കാണാതെ പഠിക്കണം. ICDS സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2 October 1975 ലോഞ്ച് ചെയ്ത്. ഇയർ ഇമ്പോർട്ടന്റ് ആണ്. ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻ. ആർക്കൊക്കെയാണ് ഈ ICDS സ്കീം കൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കൊക്കെയാണ്? 6 to 72 months വരെയുള്ള കുട്ടികൾ, സിവിയർലി മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അതുപോലെ പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വരുന്ന. അപ്പൊ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്, അമ്മമാർക്കും ഉണ്ട്. സിവിയർ മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അല്ലാത്ത 6 തൊട്ട് 72 months വരെയുള്ള കുട്ടികൾക്ക്, അതേപോലെ പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് ഇവന്റ്, അതായത് പ്രഗ്നന്റ് ലേഡീസ്, അതുപോലെ തന്നെ കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരിക്കുന്ന അമ്മമാർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതായത് ഈ അലവൻസ് അനുസരിച്ചുള്ള പ്രോട്ടീൻ കാലറീസ് അവർക്ക് ഡെയിലി കിട്ടും. നമുക്ക് നോക്കാം 6 to 72 months ഉള്ള കുട്ടിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. 6 to 72 months ഉള്ള കുട്ടിയാണെങ്കിൽ 300 കിലോ കാലറി മൊത്തം കിട്ടും. അതിൽ പ്രോട്ടീൻ 8 to 10 ഗ്രാമും. ഇനി ഇത് പ്രീ റിവൈസ്ഡ് ആയിരുന്നു. റിവൈസ്ഡ് ഇത് പഠിച്ചാൽ മതി, റിവൈസ്ഡ് വേർഷൻ മാത്രം പഠിച്ചാൽ ഫേവറേറ്റ് ക്ലാസ്സിൽ റിവൈസ്ഡ് പഠിച്ചാൽ മതി. അപ്പൊ 6 to 72 months ഉള്ള കുട്ടിക്ക് 500 കിലോ കാലറി, പ്രോട്ടീൻ എന്ന് പറഞ്ഞ് 12 to 15 ഗ്രാമുമാണ്. ഈ സിവിയർലി മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ, അതേ ഏജ് ഗ്രൂപ്പിലുള്ള സിവിയർലി മാൽനറിഷ്ഡ് ചൈൽഡ് ആണെങ്കിൽ മാൽനറിഷ്മെന്റ് ഉണ്ട്. അപ്പൊ അവിടെ എനർജി ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? 20 to 25 gram പ്രോട്ടീനും 800 കിലോ കാലറി കൊടുക്കും. ഇനി പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വിമൻ ആകുമ്പോൾ 600 കിലോ കാലറി, അതുപോലെ പ്രോട്ടീൻ 18 to 20. നമുക്ക് പ്രഗ്നന്റ് ലേഡി കൊടുക്കുന്നതിനെക്കാട്ടിലും പ്രോട്ടീൻ ഡിമാൻഡ് ആർക്കുണ്ട്? സിവിയർ മാൽനറിഷ്ഡ് ആയതുകൊണ്ട് നമ്മൾ അത്രയും കൂടുതൽ കൊടുക്കുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം. ഇപ്പൊ സപ്പോസ് നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും അറിയാതെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണണം, എന്നിട്ട് നമുക്ക് ഈ 3 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന പ്രഗ്നന്റ് ലേഡിക്ക് അല്ലേ? അപ്പൊ കുട്ടിക്ക് മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടിയാകുമ്പോൾ ഇത് ഹെൽത്തി കുഞ്ഞിനായിരിക്കും 500, പ്രഗ്നന്റ് ലേഡിക്ക് ആയിരിക്കും 800. അപ്പൊ മാൽനറിഷ്ഡ് കുട്ടിക്ക് 600 ആയിരിക്കും. അങ്ങനെയല്ല, പ്രഗ്നന്റ് ലേഡി, മാൽനറിഷ്ഡ്, അതുപോലെ നോർമൽ ചൈൽഡ്, അതിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആർക്കാണ്? പ്രഗ്നന്റ് ലേഡിയെക്കാട്ടിലും കൂടുതൽ കൊടുക്കുന്ന ആർക്കാണ്? മാൽനറിഷ്ഡ് ചൈൽഡ്. അപ്പൊ അത് ഡെഫിനറ്റ്ലി നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പഠിക്കാതെ പോയാൽ നമ്മൾ റോങ് ആയിട്ട് ഗസ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇവിടെ സിവിയർലി മാൽനറിഷ്ഡ് എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ 6 to 72 months എന്തായാലും 6 to 72 months തന്നെയാണ് ഏജ് ഗ്രൂപ്പ്. അപ്പൊ അതിനകത്ത് വ്യത്യാസമില്ല. ഇനി സിവിയർ മാൽനറിഷ്ഡ് ആണോ അല്ലേ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. സിവിയർ മാൽനറിഷ്ഡ് ആണെങ്കിൽ അവിടെ 800 calories, 20-25 grams of protein. ഇനി 72 months ഉള്ളത് 1 to 6 years എന്ന രീതിയിൽ ചോദിച്ചാലും സെയിം തന്നെയാണ് ആൻസർ. All the following are vaccine preventable diseases except hepatitis B, tuberculosis, polio, കാലാസർ. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഉണ്ട്, ട്യൂബർകുലോസിസ് വാക്സിൻ ഉണ്ട്, പോളിയോ വാക്സിൻ ഉണ്ട്, അതെല്ലാം നമുക്കറിയാം. കാലാസർ വാക്സിൻ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ കാലാസറിന് അഗേൻസ്റ്റ് വാക്സിൻ ഇല്ല. ചോദിച്ചേക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് എക്സെപ്റ്റ്? കാലാസറിന് വാക്സിൻ ഇല്ല. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പെന്റാവാലൻ വാക്സിൻ, അതാണ് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയുള്ള വാക്സിൻ. പെന്റാവാലൻ ഒരു വാക്സിന് ഒരു അസുഖത്തിനെതിരെ മാത്രം കൊടുക്കുമ്പോൾ നമ്മൾ അതിന് മോണോവാലൻ എന്ന് പറയും. 2 അസുഖങ്ങൾക്കെതിരെയാണെങ്കിൽ ബൈവാലന്റ്. അങ്ങനെ അങ്ങനെ പറഞ്ഞ് 5 അസുഖങ്ങൾക്കെതിരെ വരുമ്പോഴാണ് നമ്മൾ അതിന് പെന്റാവാലന്റ് എന്ന് പറയുന്നത്. പെന്റാവാലന്റ് വാക്സിൻ എന്തിനൊക്കെതിരെ പ്രവർത്തിക്കും? DPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി, HIV.
ഹ്യൂമോഫിലസ് ഇൻഫ്ലുവൻസ ബി, ഇത്രയുമെതിരെ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ അതിന് പെൻറ്റാവാലന്റ് വാക്സിൻ വന്നത്. അപ്പൊ ഡിഫ്തീരിയ, പെർട്ടൂസസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹിപ്പ. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വാക്സിൻ ഉണ്ട്, ട്യൂബർകുലോസിസ് വാക്സിൻ ഉണ്ടെന്ന് നമുക്കറിയാം, പോളിയോ വാക്സിൻ ഉണ്ടെന്ന്. അപ്പം Palasa is a slow progressing indigenous disease caused by a protozoan parasite of genus Leishmania. Leishmania donovani ആണ് പോസിറ്റീവ് ഓർഗാനിസം, അതൊരു പ്രോട്ടോസോവൻ ആണ്, അത് കോസ് ചെയ്ത ഡിസീസ് ആണ് കാലാസർ. In India, Leishmania donovani is the only parasite causing the disease. The parasite primarily affects reticuloendothelial system and may be found in abundance in bone marrow, liver, spleen. Bone marrow, liver, spleen ലൊക്കെയാണ് കൂടുതലായിട്ട് ഈ പ്രോട്ടോസോവൻ കാണുന്നത്. മെയിനായിട്ട് എഫക്ട് ചെയ്യുന്നത് ബോൺ മാരോ, ലിവർ, സ്പ്ലീനിനെ നമ്മൾ റെറ്റിക്കുലോഎൻഡോഥെലിയൽ സിസ്റ്റം എന്ന് പറയുന്നു. ഇതിനെതിരെ എന്തില്ല? വാക്സിൻ ഇല്ല, നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല, പ്രാവർത്തികമായിട്ടുമില്ല. Resident sprays used for control of house flies in areas of DDT resistance are all accepted. DDT എന്താ? ഡൈക്ലോറോ, ഡൈഫിനൈൻ, ട്രൈക്ലോറോ, ഇതിന് ഒരു ഇൻസെക്ടിസൈഡ് ആണ് അല്ലെ, പെസ്റ്റിസൈഡ്. നമ്മൾ ഇൻസെക്ട്സിനെയും പെസ്റ്റിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സ്പ്രേ ചെയ്യുന്നതാണ്. പക്ഷെ ക്രമേണ എന്ത് പറ്റും? ഈ ഇൻസെക്ട്സിനൊക്കെ അതുപോലെ പെസ്റ്റിനൊക്കെ DDTയുടെ റെസിസ്റ്റൻസ് വരും. അവരെ അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക് രീതിയിൽ അവരൊരു റെസിസ്റ്റൻസ് അക്വയർ ചെയ്യും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് ചോദിക്കും. ഓപ്ഷൻ എ മെഥിയോക്ലോർ ക്ലോർഡൈൻ, ഓപ്ഷൻ ബി ഫെൻതിയോൺ ഡയസിനോൺ, ഓപ്ഷൻ സി ഡി മാലത്തിയോൺ, ഓപ്ഷൻ ഡി റോനെൽ മാലത്തിയോൺ. ആൻസർ എന്ന് പറയുന്നത് മെഥിയോക്ലോർ ക്ലോർഡൈൻ ആണ്. മാലത്തിയോൺ ആൻഡ് Fenitrophion are organophosphate insecticides which are being used with increasing frequency for malaria control following development of vector resistance DDT. അപ്പോൾ DDT എന്താണെന്ന് മനസ്സിലാക്കുക. ഡൈക്ലോറോ ഡൈഫിന് ട്രൈക്ലോറൈഡിൻ ആണ്. അതൊരു വെക്ടറിനെതിരെ, അതായത് മസ്കിറ്റോയ്ക്കെതിരെ, ഇൻസെക്ട്സിനൊക്കെ സ്പ്രേ ചെയ്യുന്ന മെഡിസിൻ ആണ്. പക്ഷെ ഇവർക്കൊക്കെ DDT റെസിസ്റ്റൻസ് വരും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണ് മാലത്തിയോൺ, ഫെനിട്രോത്തിയോൺ. ഓക്കെ, DDT റെസിസ്റ്റൻസ് വരുമ്പോൾ കൊടുക്കുന്ന മെഡിസിൻസ് ആണ് ഇതൊക്കെ. ഇത് പാർട്ടിലുള്ള അതേ സെന്റൻസ്, അപ്പൊ അത് പഠിച്ചിരിക്കും. കൂടാതെ ഇപ്പൊ ഇവിടെ മെഥിയോക്ലോർ ക്ലോർഡൈൻ ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് കൊടുക്കാം റെസിസ്റ്റൻസിന് DDT. അപ്പൊ DDTയോട് ഈ മസ്കിറ്റോ റെസിസ്റ്റന്റ് ആണ്, DDT സ്പ്രേ ഇട്ട് കാര്യമില്ല. അന്നേരം സ്പ്രേ ചെയ്യുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി, സി, ഡിയിലുള്ള എല്ലാ മരുന്നുകളും ഉണ്ട്. All FRUs or CHCs should have option A newborn care corner, option B special newborn care unit and newborn stabilization unit, option C newborn stabilization unit, option D newborn care corner and newborn stabilization unit. അതിന് ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് ആണ് FRU എന്ന് പറയുന്നത്. CHC നമുക്കറിയാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അവിടെ എന്തുണ്ടായിരിക്കണം? അത് കമ്പൽസറി ആയിട്ട് വേണ്ട കാര്യം ഏതാണ് ചോദിക്കുന്നത്. ന്യൂബോൺ കെയർ കോർണർ, ന്യൂബോൺ കെയർ യൂണിറ്റ് ആൻഡ് ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ്. ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് മാത്രം, ന്യൂബോൺ കെയർ കോർണർ ആൻഡ് ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ്. ആൻസർ ഓപ്ഷൻ ബി, ന്യൂബോൺ കെയർ കോർണർ ആൻഡ് ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ്. അപ്പൊ ഒന്നും പഠിക്കാൻ നമ്മൾ ക്വസ്റ്റ്യൻ വെച്ചാൽ എല്ലാം വേണ്ട കാര്യങ്ങളാണെങ്കിലും തോന്നും. അതായത് ഈ ടോപ്പിക് പഠിച്ചിരിക്കുക. ഡെഫിനിഷൻ ഓഫ് ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്. FRU എന്താണ്? ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്. ഡെഫിനിഷൻ എന്താണ്? ആൻ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി, district hospital, subdivisional hospital, community health center, etc. can be declared fully operational first referral unit FRU only if it is equipped to provide round-the-clock services for emergency, obstetric and newborn care in addition to all emergencies that any hospital is required to provide. അതായത് ഒരു ഹോസ്പിറ്റലിന് എപ്പോഴാണ് നമ്മൾ FRU എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ കൊടുക്കുന്നത്? FRU എന്താണ്? ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്. ഈ ഡെസിഗ്നേഷൻ ഏതൊക്കെ ആശുപത്രികൾക്ക് കൊടുക്കാം? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന് കൊടുക്കാം, സബ് ഡിവിഷണൽ ഹോസ്പിറ്റലിന് കൊടുക്കാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് കൊടുക്കാം. കൊടുക്കണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം? റൗണ്ട് ദ ക്ലോക്ക് മുതൽ 24 മണിക്കൂറും എന്ത് പ്രൊവൈഡ് ചെയ്യണം? സർവീസസ് ഫോർ എമർജൻസി, ഓബ്സ്റ്ററ്റിക് ആൻഡ് ന്യൂ ബോൺ കെയർ. ഈ 24 മണിക്കൂറിൽ ഈ ഹോസ്പിറ്റലിൽ ഒരു പ്രസവം നടക്കാൻ ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കണം. പ്രസവ സമയത്ത് ഉണ്ടാവുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും, എല്ലാ എമർജൻസീസും മാനേജ് ചെയ്യാൻ, ആ അമ്മയ്ക്ക് വേണ്ട കെയർ കൊടുക്കാനും, അതേപോലെ പ്രസവശേഷം അമ്മയ്ക്ക് വേണ്ട കെയർ കൊടുക്കാനും, കുഞ്ഞിന് ന്യൂ ബോൺ ICU, NICU ഒക്കെ അല്ലേ കുഞ്ഞിന് എന്തെങ്കിലും എമർജൻസി, അതിനുള്ള ഫെസിലിറ്റി എല്ലാം ഉള്ള ഒരു ആശുപത്രി ആയിരിക്കണം. അത് ഫുൾ 24 hours ഓപ്പറേഷനിൽ ആയിരിക്കണം. ഡോക്ടേഴ്സിന്റെ, നഴ്സുമാരുടെ, അറ്റൻഡൻസിന്റെ ഒക്കെ സഹായം 24 hours അവൈലബിൾ ആയിരിക്കണം. ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ഹോസ്പിറ്റലിനെ എന്തെന്ന് വിളിക്കുകയുള്ളൂ? FRU ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് എന്ന് വിളിക്കുകയുള്ളൂ.
ഇൻ അഡീഷൻ ടു ഓൾ എമർജൻസി അറ്റ് ഹോസ്പിറ്റൽസ് റിക്വയർഡ് ടു പ്രൊവൈഡ്. അപ്പൊ ബാക്കിയൊന്നും വേണ്ടേ? അല്ല, ബാക്കി എല്ലാ ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഒരു ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ മാനദണ്ഡങ്ങളും ഫുൾഫിൽ ചെയ്യണം. അതിന്റെ കൂടെ ഒബ്സ്റ്റട്രിക് എമർജൻസീസും ന്യൂബോൺ എമർജൻസീസും ഹാൻഡിൽ ചെയ്യാൻ ഹോസ്പിറ്റലിൽ കേപ്പബിൾ ആയിരിക്കണം 24 hours. അങ്ങനെ വരുന്നത് നമ്മൾ അതിനെ ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് എന്ന് വിളിക്കുക. റിക്വയർമെന്റ് ഓഫ് ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് എന്തൊക്കെ നിബന്ധനകളാണ് ഉള്ളത്? ഒന്ന്, എമർജൻസി ഒബ്സ്റ്റട്രിക് കെയർ ഇൻക്ലൂഡിംഗ് സർജിക്കൽ ഇന്റർവെൻഷൻസ് ലൈക് സിസേറിയൻ സെക്ഷൻ. എമർജൻസി ഒബ്സ്റ്റട്രിക് കെയർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. സിസേറിയൻ ഡെലിവറി നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കണം. ന്യൂ ബോൺ കെയർ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നതിൽ അവരെ എന്താ പറയാ നോക്കാനുള്ള NIC ഇന്റൻസീവ് കെയർ യൂണിറ്റുകളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ബ്ലഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ബ്ലഡ് ബാങ്ക് ഉണ്ടായിരിക്കണം. എമർജൻസിക്ക് സജ്ജീകരണം വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ബ്ലഡ് ബാങ്ക് വേണം അവിടെ. 24 hour ഡെലിവറി സർവീസ് ഇൻക്ലൂഡിംഗ് നോർമൽ ആൻഡ് അസിസ്റ്റൽ. ഇനിയിപ്പോ അല്ലാത്ത ഡെലിവറി ആണെങ്കിൽ പോലും അത് നടക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. എമർജൻസി കെയർ ഓഫ് സിക്ക് ചിൽഡ്രൻ, പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വയ്യെങ്കിൽ അവരെ കെയർ ഉള്ള സൗകര്യങ്ങൾ. ഫുൾ റേഞ്ച് ഓഫ് ഫാമിലി പ്ലാനിംഗ് സർവീസ് ഇൻക്ലൂഡിംഗ് ലാപ്രോസ്കോപ്പിക് സർവീസ്. ഇനിയിപ്പോ ഒരു സ്ത്രീക്ക് ഡെലിവറിക്ക് ശേഷം തന്നെ ഉടനെ തന്നെ അവർക്ക് അവരുടെ ഫാമിലി പ്ലാനിംഗ് നിർത്തണം എന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്യൂബെക്ടമി ചെയ്യാനുള്ള ഫെസിലിറ്റി. ഇനി അല്ലാതെ അവർ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാലായാലും എപ്പോ വേണമെങ്കിലും അത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും. സേഫ് അബോർഷൻ സർവീസ്, അബോർഷൻ ലീഗലി അലൗഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ അബോർഷൻ നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വേണം. ട്രീറ്റ്മെന്റ് ഓഫ് STI ഓർ RTI, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ RTI, അതിന്റെയൊക്കെ ട്രീറ്റ്മെന്റിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. എസെൻഷ്യൽ ലാബ് വേണം. പിന്നെ റെഫറൽ ട്രാൻസ്പോർട്ട് സർവീസ്. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ എമർജൻസി ഇവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, അപ്പൊ നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യണം. നിങ്ങളുടെ വണ്ടിയിൽ കയറി പോകുന്നല്ല, അവിടെ ആ പേഷ്യന്റിനെ എല്ലാ സജ്ജീകരണങ്ങളോട് കൂടി ഓക്സിജൻ മാസ്കോട് കൂടിയൊക്കെ കൊണ്ടുപോകാനുള്ള ആംബുലൻസും കാരണങ്ങളും ഒക്കെ വേണം. അതാണ് റെഫറൽ ട്രാൻസ്പോർട്ട് സർവീസ്. ഇതൊക്കെയാണ് ഒരു FRUവിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. It should be noted that there are 3 critical determinants of facility being declared as FRU. ഇത്രയൊക്കെ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള 3 ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ 3 എണ്ണമാണ്. എന്തൊക്കെയാണ്? അവൈലബിലിറ്റി ഓഫ് സർജിക്കൽ ഇന്റർവെൻഷൻ, ന്യൂബോൺ കെയർ ആൻഡ് ബ്ലഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഓൺ 24 hour ബേസ്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഈ 3 ആണ്: എമർജൻസി, ഒബ്സ്റ്റട്രിക് കെയർ, ന്യൂബോൺ കെയർ, ബ്ലഡ് സ്റ്റോറേജ് ഫെസിലിറ്റി. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഈ താഴേക്കുള്ള 3 പോയിന്റ് പഠിച്ചതിലും കുഴപ്പമില്ല, പക്ഷെ ഈ ഡെഫിനിഷൻ മനസ്സിലാക്കിയിരിക്കണം. എന്റെ ആദ്യത്തെ 3 പോയിന്റ് പഠിച്ചിരിക്കണം. ന്യൂബോൺ കെയർ കോർണർ, സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റ് ആൻഡ് ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ്, ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ്, ന്യൂബോൺ കെയർ കോർണർ ആൻഡ് ന്യൂബോൺ. ഇതാണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കാരണം രണ്ടും വേണം. ന്യൂബോൺ കെയർ കോർണർ മാത്രമല്ല, സ്റ്റെബിലൈസേഷൻ യൂണിറ്റും കൂടി വേണം. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ഇവിടെ കറക്റ്റ്. എല്ലാ ഓപ്ഷനും കറക്റ്റ് അല്ല, പക്ഷെ ഏറ്റവും കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഈ രണ്ടും വേണം, നിർബന്ധമായിട്ട് ഇത് രണ്ടും വേണം. ന്യൂബോൺ കെയർ കോർണറും വേണം, സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് വേണം. ന്യൂബോൺ കുട്ടിക്ക് നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിലും അതിനെ കെയർ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും വേണം. ഇനിയിപ്പോ കുട്ടിക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെബിലൈസേഷൻ യൂണിറ്റും വേണം. അപ്പൊ അത് രണ്ടും അത്യാവശ്യമാണ്. അങ്ങനെയാണ് ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആയത്. Membrane process in water treatment are all except waste water treatment പറ്റി പറയുമ്പോൾ ഏതൊക്കെയാണ് മെംബ്രെയിൻ ട്രീറ്റ്മെന്റ് അല്ലാത്തത്? ഓപ്ഷൻ എ റിവേഴ്സ് ഓസ്മോസിസ്, ബി അൾട്രാ ഫിൽട്രേഷൻ, സി സൂപ്പർ ഫിൽട്രേഷൻ, ഡി മൈക്രോ ഫിൽട്രേഷൻ. ആൻസർ ഓപ്ഷൻ സി സൂപ്പർ ഫിൽട്രേഷൻ. According to pore size or molecular weight cutoff, filtration membranes are classified into different types as microfiltration, ultrafiltration, nanofiltration, reverse osmosis membranes. അപ്പൊ ഈ pore size അല്ലെങ്കിൽ molecular weight അനുസരിച്ച് filtration membranes ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? മൈക്രോ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ, നാനോ ഫിൽട്രേഷൻ, റിവേഴ്സ് ഓസ്മോസിസ്. മൈക്രോ ഫിൽട്രേഷൻ പറഞ്ഞു, അൾട്രാ ഫിൽട്രേഷൻ പറഞ്ഞു, റിവേഴ്സ് ഓസ്മോസിസ് പറഞ്ഞു, പിന്നെ നാനോ ഫിൽട്രേഷനും കൂടി ഉണ്ട്. ഇവിടെ സൂപ്പർ ഫിൽട്രേഷൻ പറഞ്ഞില്ല. സോ റോങ് ആൻസർ ഇസ് സൂപ്പർ ഫിൽട്രേഷൻ. അതായത് എക്സെപ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ തെറ്റായിട്ടുള്ളത് സൂപ്പർ ഫിൽട്രേഷൻ. A disease that is transmitted through contact is called. കോണ്ടാക്റ്റിലൂടെ ട്രാൻസ്മിറ്റ് ആകുന്ന ഡിസീസിനെ പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ഇൻഫെക്ഷ്യസ് ഡിസീസ്, ബി കണ്ടേജിയസ് ഡിസീസ്, സി കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഡി എൻഡമിക് ഡിസീസ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി കണ്ടേജിയസ് ഡിസീസ്. ഡിഫറൻസ് നോക്കാം. ഇൻഫെക്ഷ്യസ് ഡിസീസ്, a clinically manifest disease of man or animal resulting from an infection. അതായത് ഒരു ഇൻഫെക്ഷൻ കാരണം ഒരു അസുഖം ഉണ്ടായി, അതിനാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. എന്റെ ശരീരത്തിൽ ഏതോ ഒരു ബാക്ടീരിയയോ വൈറസോ പ്രോട്ടോസോ എന്തോ കയറി ഇൻഫെക്ഷൻ ഉണ്ടാക്കി,
അപ്പൊ അത് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. അത്രേ ഉള്ളൂ ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ ഡെഫിനിഷൻ. അടുത്തത് കണ്ടേജിയസ് ഡിസീസ് ട്രാൻസ്മിറ്റഡ് ടു അതർ പേഴ്സൺ ബൈ ഫിസിക്കൽ കോൺടാക്ട് വിത്ത് ദ പേഴ്സൺ സഫറിംഗ് ഡിസീസ്. എനിക്കൊരു അസുഖമുണ്ട്, അപ്പൊ എന്റെ ബോഡി ഞാൻ വേറൊരാളെ തൊട്ടാൽ മാത്രം ഫിസിക്കൽ കോൺടാക്ട്, അതായത് എന്റെ ബോഡിയിൽ നിന്നുള്ള എന്തെങ്കിലും ഇതിൽ ഫിസിക്കൽ ഡയറക്റ്റ് കോൺടാക്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസാണ് കണ്ടേജിയസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ സ്പ്രെഡ് ആകും. ഇനി കമ്മ്യൂണിക്കബിൾ ഡിസീസ്, a disease of an infectious agent that is or its toxic products capable of being directly or indirectly transmitted from man to man, animal to animal, or from environment to man or animal. അതായത് സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ള എല്ലാ അസുഖങ്ങളെയും നമ്മൾ എന്തെന്ന് പറയും? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും. അത് മനുഷ്യരിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്കാവാം, മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കാവാം, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഇടയിലാവും. സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ടോ? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും. അത് ടച്ചിലൂടെ മാത്രമേ സ്പ്രെഡ് ആവുള്ളൂ, അല്ലെ കോൺടാക്റ്റിലൂടെ മാത്രമേ സ്പ്രെഡ് ആവുള്ളൂ. അതിന്റെ പറയുന്ന പേരാണ് കണ്ടേജിയസ് ഡിസീസ്. അതാണ് ഡിഫറൻസ്. ഇതിൽ കൂടാതെ ഓപ്ഷനിലുള്ള മറ്റു രണ്ടെണ്ണമാണ് എപ്പിഡമിക്, എൻഡമിക്. എപ്പിഡമിക് unusual occurrence in a community of disease, specific health related behavior or health related events clearly in excess of expected occurrence. അവിടെ unusual occurrence, അതുപോലെ തന്നെ clearly in excess of expected occurrence ആണ് important points. അടുത്തത് എൻഡമിക്, constant presence of a disease or infectious agent within a given geographic area or population without importation from outside. When conditions are favorable, may burst into epidemic. എപ്പിഡമിക്കിന്റെ എൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു റീജിയനിൽ മാത്രം കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് ഡിസീസ് ഇൻഫെക്ഷൻ വിത്തിൻ ഗിവൻ ജിയോഗ്രഫിക് ഏരിയ, കണ്ടീഷൻസ് ഫേവറബിൾ ആകുമ്പോൾ അത് എന്തായിട്ട് മാറും? എപ്പിഡമിക് ആയിട്ട് മാറാം. എൻഡമിക് ക്യാൻ ബിക്കം എപ്പിഡമിക് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ്. വാട്ട് ഈസ് ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് BCG വാക്സിൻ? BCG വാക്സിന്റെ മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇൻട്രാവീനസ്, സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാഡെർമൽ, ഇൻട്രാമസ്കുലർ. BCG വാക്സിൻ ഇപ്പൊ ഒന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും BCG എടുത്ത് പാടുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ചെങ്കിലും നമുക്ക് പറയാൻ പറ്റും സ്കിന്നിലെടുക്കുന്ന ഇൻട്രാഡെർമൽ, അതാണ് നമുക്ക് അവിടെ പാട് കാണുന്നത്. കൂടാതെ എല്ലാ വാക്സിൻസിന്റെ ഈ ടേബിള് ബുക്കിൽ എടുത്ത് എഴുതി നന്നായിട്ട് പഠിക്കുക. കാരണം ഇവിടുന്ന് പല ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരമായിട്ടല്ല ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാകാൻ വേണ്ടിയില്ല. എങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻസും ആൻസർ കീയും കൂടെ അങ്ങ് തന്നാൽ മതി. അതിനുവേണ്ടിയല്ല, ആ ക്വസ്റ്റ്യൻ വായിച്ച് ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഒന്ന് റിവൈസ് ചെയ്ത് റീകളക്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തുകയും ആ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് ബാക്കി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ വരാം. ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്, ABCD. എങ്കിൽ നമ്മൾ ക്വസ്റ്റ്യന്റെ ആൻസർ A എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷെ B എന്താണ്, C എന്താണ്, D എന്താന്നൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് പഠിക്കുന്നത്. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ B ആൻസർ ആകാം, ഏത് രീതിയിൽ ചോദിച്ചാൽ C ആൻസർ ആകാം. അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ തന്നെ 4 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് ഇഫക്റ്റ് വരും. അതിനാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ BCG ഇൻട്രാഡെർമൽ അത് പഠിച്ചു തീർന്നു. ഇനി ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന മറ്റു ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി എല്ലാ വാക്സിൻസിന്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അത് പഠിച്ചിരിക്കുക. BCGക്ക് ആണെങ്കിൽ ഇൻട്രാഡെർമൽ, ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ആണെങ്കിൽ ഇൻട്രാ മസ്കുലർ, OPV ഓറൽ ആണ്, OPV 1, 2, 3 എല്ലാം ഓറലാണ്. പെന്റാവാലന്റ് അത് ഇൻട്രാമസ്കുലർ ആണ്. പെന്റാവാലന്റ് ആരെങ്കിലും DPT, ഡിപ്തീരിയ, പെട്രോസിസ്, ടെറ്റനസ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹിപ്പ്. അടുത്തത് FIPV അതും ഇൻട്രാഡെർമൽ ആണ്. റോട്ട വൈറസ് ഓറൽ ആണ്. ഇത് ആക്ച്വലി നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിന്റെ ടേബിൾ ആണ്. അപ്പൊ ഇവിടുന്ന് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കിട്ടും, എപ്പോഴാണ് എടുക്കേണ്ടതെന്നുള്ളത് കിട്ടും, ഡോസ് കിട്ടും, എല്ലാം തന്നെ കിട്ടും. അതായത് ഈ ടേബിൾ ഇങ്ങനെ നോക്കി പഠിക്കാതെ ബുക്കിൽ തന്നെ എഴുതി വെച്ച് പഠിക്കാം. ന്യൂമോകോക്കൽ വാക്സിൻ ഇൻട്രാമസ്കുലർ, മീസിൽസ് ഓർ റുബെല്ല സബ്ക്യൂട്ടേനിയസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് സബ്ക്യൂട്ടേനിയസ്, വിറ്റമിൻ A ഓറൽ. ഇതിനെ നമ്മൾ ഇനിയും പഠിക്കും. Under the National Vitamin A Prophylaxis Program, Vitamin A prophylaxis is given to children. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ കൊടുക്കുന്നത്? Every 6 months up to 5 years of age. അപ്പൊ 2 കാര്യങ്ങളായി ഈ ക്വസ്റ്റിനെ ചോദിക്കുന്നത്. ഒന്ന്, എത്ര കാലയളവിലാണ് കൊടുക്കുന്നത്? ഓരോ 6 മാസമാണോ കൊടുക്കുന്നത്, ഓരോ 9 മാസവുമാണോ കൊടുക്കുന്നത്, അങ്ങനെ. പിന്നെ എത്ര വയസ്സ് വരെ കൊടുക്കും, അപ് ടു ഏജ്. അപ്പൊ every 6 months up to 5 years, every 6 months up to 3 years, only at 9 months, at 9 months and 18 months of age. Answer. Answer. Every 6 months up to 5 years of age. Frequency എന്ന് പറഞ്ഞ every 6 months ആണ്, up to 5 years of age ആണ്. നമുക്ക് വിറ്റമിൻ എ എങ്ങനെയാ കൊടുക്കുന്നത്? ഏറ്റവും ആദ്യം വിറ്റമിൻ എ കൊടുക്കുന്നത് 9th മന്തിലാണ്. അത് കഴിഞ്ഞ് 8th month, 24th month, 30th month, 36th month, 42nd month, 48th month, 54th month, 60th month. 60th month എന്ന് പറയുമ്പോൾ 5 വയസ്സായി. അപ്പൊ അപ് ടു ഏജ് 5 years ആണ് കൊടുക്കുന്നത്.
ഇനി ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് നോക്കി ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ ഇടയിൽ 9 months ഗ്യാപ്പ് ഉണ്ട്, പിന്നെ അങ്ങോട്ട് എല്ലാം 6 months ഗ്യാപ്പിലാണ് കൊടുക്കുന്നത്. അതുപോലെ ഡോസ് നോക്കി ടോട്ടൽ ആദ്യത്തെ പ്രാവശ്യം കൊടുക്കുന്നത് 1 lakh IU ആണ്, ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്. പിന്നെ എപ്പോഴും കൊടുക്കുന്നത് 2 lakh IU ആണ്. അങ്ങനെ മൊത്തം 9 ഡോസ് വരും, 9 ഡോസ് വരും. അപ്പം 2 lakh 8 പ്രാവശ്യം 2 lakhും വരും, ഒരു പ്രാവശ്യം 1 lakhും വരും. അങ്ങനെ 17 lakh IU ആണ് നമ്മൾ മൊത്തം കൊടുക്കുന്ന ഡോസ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് എന്തൊക്കെ ചോദ്യം വരാം? വിറ്റമിൻ എ പ്രൊഫൈലാക്സിസ് തുടങ്ങുന്ന ഏജ് ഏതാണ്? 9 months. തീരുന്ന ഏജ് ഏതാണ്? 60 months അല്ലെങ്കിൽ 5 years. ആദ്യത്തെ 2 ഡോസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 9 months. പിന്നീടുള്ള ഡോസുകൾക്കിടയിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 6 months. ടോട്ടൽ എത്ര ഡോസുകൾ, എത്ര തവണ നമ്മൾ കൊടുക്കും? 9 തവണ കൊടുക്കും. അതിന്റെ ഫ്രീക്വൻസി എന്താണ്? 9, 18, 24, 30, 36, 42, 48, 54, 60. ഇവിടെ മാത്രം 9, ബാക്കി എല്ലാം 6ന്റെ ഡിഫറൻസേ ഉള്ളൂ. ഇനി അളവ്, ആദ്യത്തെ പ്രാവശ്യം 1 lakh, പിന്നെ കണ്ടിന്യൂസ്ലി 2 lakh. ടോട്ടൽ ഡോസ് എത്രയാണ്? 17 lakh. ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഏരിയയിൽ ചോദിക്കും. അടുത്തത്, amount of available fluorine in freshly prepared bleaching powder is options. Option A 33%, option B 40%, option C 25%, option D 53%. ഇതൊക്കെ കാണാതെ പഠിക്കാനേ വരില്ല, വേറൊരു ട്രിക്കും ടെക്നിക്കും ഒന്നുമില്ല. ആൻസർ ഇസ് ഓപ്ഷൻ എ 33%. എന്താണ് ബ്ലീച്ചിങ് പൗഡർ? കാൽസ്യം ഓക്സിക്ലോറൈഡ്, CaOCl2. ബ്ലീച്ചിങ് പൗഡർ ഓഫ് BP contains 33% available fluorine. സ്റ്റെബിലൈസ്ഡ് ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ മിക്സിംഗ് വിത്ത് ലൈം, ഈ ബ്ലീച്ചിങ് പൗഡർ ലൈമുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ് സ്റ്റെബിലൈസ്ഡ് ബ്ലീച്ച് എന്ന് പറയുന്നത്. ഇനി ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. amount of bleaching powder required to disinfect 1000 liters of water. 1 ലിറ്ററിന്റെ കണക്കൊന്നുമില്ല, 1000 ലിറ്റർ വെള്ളം ഡിസിൻഫെക്ട് ചെയ്യാൻ 2.5 grams ബ്ലീച്ചിങ് പൗഡർ മതി. ഓക്കെ, അപ്പൊ അതൊന്നും അറിഞ്ഞിരിക്കും. ബ്ലീച്ചിങ് ഇവിടെ എന്തൊക്കെ ചോദ്യങ്ങൾ വരാം? ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ ഫോർമുല CaOCl2. 33% കാണുന്ന എന്താണ്? അവൈലബിൾ ഫ്ലോറിൻ. അവൈലബിൾ ഫ്ലോറിന്റെ അളവ് 33%. അതായത് ഈ ക്വസ്റ്റ്യൻ. സ്റ്റെബിലൈസ്ഡ് ബ്ലീച്ച് എന്നാണ് ബ്ലീച്ചിങ് പൗഡർ പ്ലസ് ലൈം. amount of bleaching powder required to disinfect 1000 liters of water 2.5 grams. ഈ 3 പോയിന്റും പഠിച്ചിരിക്കാം. All are warning signs of cancer except ഈ കൂട്ടത്തിൽ എന്താണ് ക്യാൻസറിന്റെ വാർണിംഗ് സൈൻ അല്ലാത്തത്? A lump or hard area in the breast. ബ്രസ്റ്റിൽ വരുന്ന ഒരു ലംപ് അല്ലെങ്കിൽ ഒരു തടുപ്പ്, ഇത് ക്യാൻസറിന്റെ വാർണിംഗ് സൈൻ ആണോ? ആണ്. നമ്മൾ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്ത് ഇങ്ങനെ തൊട്ട് ഫീൽ ചെയ്യുന്നത് തന്നെ എന്തെങ്കിലും ഹാർഡ്നെസ് ഉണ്ടോ, തടുപ്പുണ്ടോ, ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുക. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാൻസർ ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല. അപ്പൊ ഡെഫിനറ്റ്ലി അതൊരു സൈൻ ആണ്, അല്ലെ, വാർണിംഗ് സൈൻ ആണ്. അടുത്തത് അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചെറിയ ടൈം പീരീഡ് കൊണ്ട് more than 10% ഓഫ് ബോഡി വെയിറ്റ് കുറച്ചൊരു വാർണിംഗ് സൈൻ ഓഫ് ക്യാൻസർ ആണ്. ക്യാൻസർ അല്ലാതെ മറ്റു കണ്ടീഷൻസിന് വരാം, പക്ഷെ ക്യാൻസറിന്റെ ഒരു ലക്ഷണം ആയിട്ട് വരാം. പെർസിസ്റ്റന്റ് ചേഞ്ച് ഇൻ ഡൈജസ്റ്റീവ് ആൻഡ് ബവൽ ഹാബിറ്റ്സ്. ഇപ്പോൾ ഒരാൾക്ക് നോർമൽ ആയിട്ടുള്ള ബവൽ ഹാബിറ്റ്സ് ഉള്ള ആൾക്ക് പെട്ടെന്ന് ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ലിപ്സ് മോഷൻ, അതിന്റെ കൂടെ ബ്ലഡ് ഒക്കെ പോവുക, അങ്ങനെയൊക്കെ വരുന്നത് വാർണിംഗ് സൈൻ ഓഫ് ക്യാൻസർ ആവാം. ഉറപ്പല്ല, എന്നാലും വാർണിംഗ് സൈൻ ആവാം. ഇനി സ്വെല്ലിംഗ് ഓഫ് സോർ ദാറ്റ് ഗെറ്റ്സ് ബെറ്റർ ഓൺ ട്രീറ്റ്മെന്റ്. അപ്പൊ നമുക്കൊരു തടുപ്പ് വരികയാണ്, ഒരു സ്വെല്ലിംഗ്, അത് നമ്മൾ ചികിത്സിക്കുകയാണ്. ഇത് ക്യാൻസർ ആണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, നോർമൽ ഇതിന് ഒരു വൂണ്ടിനെ ചികിത്സിക്കുന്ന പോലെ ചികിത്സിക്കുമ്പോൾ അത് ഭേദമായി വരുന്നുണ്ട്. ഈ പറഞ്ഞതിൽ ഏതാണ് ക്യാൻസറിന്റെ ലക്ഷണം അല്ലാത്തത്? നമ്മൾ നോർമലായിട്ട് ഒരെണ്ണത്തിന് ചികിത്സിക്കുമ്പോൾ അത് മാറുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്തല്ല ക്യാൻസർ ലക്ഷണം. അതേസമയം നമ്മൾ ഇവിടെ ചികിത്സിക്കുന്ന സമയത്ത് അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല, എത്ര ചികിത്സിക്കുക തടുപ്പ് അങ്ങനെ നിൽക്കുകയാണെങ്കിലാണ് നമുക്ക് അവിടെ ക്യാൻസർ സംശയിക്കുന്നത്. സോ വിച്ച് ഇസ് നോട്ട് എ വാർണിംഗ് സൈൻ, ഓപ്ഷൻ ബി. സ്വെല്ലിംഗ് ഓഫ് സോർ ദാറ്റ് ഗെറ്റ്സ് ബെറ്റർ ഓൺ ട്രീറ്റ്മെന്റ്. സാനിറ്റേഷൻ ബാരിയർ ക്യാൻ ബി ബെസ്റ്റ് പ്രൊവൈഡഡ് ബൈ. സാനിറ്റേഷൻ ബാരിയർ പ്രൊവൈഡ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്താണ്? സാനിറ്ററി ലാട്രിൻ, ഡിസ്പോസൽ പിറ്റ്, സാനിറ്ററി ലാട്രിൻ ആൻഡ് ഡിസ്പോസൽ പിറ്റ്, സാനിറ്ററി വെൽ. അഗൈൻ സാനിറ്ററി ലാട്രിൻ ഒരു ബാരിയർ തന്നെയാണ്, ഡിസ്പോസൽ പിറ്റും ബാരിയർ തന്നെയാണ്, പക്ഷെ രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ സാനിറ്ററി ലാട്രിൻ ആൻഡ് ഡിസ്പോസൽ പിറ്റ്. ഇപ്പൊ ഈ ടോപ്പിക് നമ്മൾ നന്നായിട്ട് അറിയാമെങ്കിൽ നമ്മൾ സാനിറ്ററി ലാട്രിൻ കറക്റ്റ് ആണല്ലോ ടിക്ക് ചെയ്യും. പക്ഷെ ഇവിടെ ബോത്ത് ആൻസർ ഒക്കെ വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഓപ്ഷൻ സി ആണ് കുറച്ചൊരു ബെറ്റർ ആൻസർ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഓപ്ഷൻസും വായിച്ചിട്ട് മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ. ആൻസർ ഇസ് ഓപ്ഷൻ സി, സാനിറ്ററി ലാട്രിൻ ആൻഡ് ഡിസ്പോസൽ പിറ്റ്. ദിസ് ആസ്പെക്ട് ഇസ് വിഷ്വലൈസ് വിത്ത് ദ എഫ് ഡയഗ്രാം. അതായത് സാനിറ്റേഷൻ ബാരിയറിന്റെ കാര്യം പറയുന്നു. വേർ
All major routes of fecal-oral disease transmission begin with the letter F. Fecal-oral transmission എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫീക്കൽ മാറ്റിൽ ഉള്ള പാരസൈറ്റ്സ് മറ്റേയാളുടെ വായിലേക്ക് എത്തുകയാണ്. ആ പാത്വേ ആണ് ഫീക്കോ-ഓറൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. എങ്ങനെ എത്താം? ത്രൂ ഫീസസ്, ഏതെങ്കിലും രീതിയിൽ അയാളുടെ ഫീസസ് കണ്ടാമിനേറ്റ് ചെയ്ത് ഫുഡോ എല്ലാം കഴിച്ച് അങ്ങനെ. 2 ഫിംഗേഴ്സ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നില്ലേ. 3 ഫ്ലൈസ്, ആ ഫ്ലൈ അവിടെ നിന്ന് നമ്മുടെ ഫുഡിലേക്ക് വന്നിരുന്നാൽ. 4 ഫീൽഡ്, അത് പറയുന്ന വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ഏതെങ്കിലും കണ്ടാമിനേറ്റ് ആകണം. 5 ഫ്ലൂയിഡ്സ്, 4 ഫ്ലൂയിഡ്സ് അതായത് കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് വഴി എത്താം. അതിന്റെ കൂടെ തന്നെ പറയുന്നതാണ് ഫുഡും. നമ്മുടെ വെള്ളമൊക്കെ കണ്ടാമിനേറ്റ് ആയി അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയലൊക്കെ കണ്ടാമിനേറ്റ് വരുമ്പോൾ ഫീക്കോറൽ ട്രാൻസ്മിഷന്റെ മെത്തേഡാണ് ഫിംഗർ, ഫ്ലൈസ്, ഫീൽഡ്, ഫ്ലൂയിഡ്സ്, ഫുഡ്. ഫീസസിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഫീസസ് എന്തായാലും ഉണ്ട്. അല്ലാത്ത എഫുകൾ നോക്കുന്നത് 5 എഫ്സ്: ഫിംഗേഴ്സ്, ഫ്ലൈസ്, ഫീൽഡ്, ഫ്ലൂയിഡ്, ഫുഡ്. Sanitation infrastructure has to be adapted to several specific contexts including consumer expectation and local അപ്പൊ ഈ ട്രാൻസ്മിഷൻ എന്തുകൊണ്ടുണ്ടാകുന്നു? ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഡിഫക്കേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്നത് അല്ലെ. ഡെവലപ്മെന്റ് ഒക്കെ കുറഞ്ഞ ഏരിയയില്, പോവർട്ടി ഒക്കെ കൂടുതലുള്ള ഏരിയയിൽ ആൾക്കാർക്ക് അത്രത്തോളം സാനിറ്റേഷൻ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തതാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സാനിറ്ററി ലാട്രിൻ ആൻഡ് ഡിസ്പോസൽ പിറ്റ്, അതൊക്കെ ലാട്രിൻ ഫെസിലിറ്റി ടോയ്ലറ്റ് ഒക്കെ നിർമ്മിച്ചു കൊടുക്കുക. അതുപോലെ ഡിസ്പോസൽ പിറ്റ്, അതൊക്കെ പോയി കളക്ട് ചെയ്യുന്ന, ഓപ്പൺ ആയിട്ട് കളക്ട് ചെയ്യാതെ ഒരു പിറ്റിലേക്ക് പോയി ഫീക്കൽ മാറ്റർ എല്ലാം കളക്ട് ചെയ്യുന്നതിനുള്ള പിറ്റ് ഉണ്ടാക്കാം. New initiatives launched under National Health Mission in 2013 to 2015 are all accepted. National Health Mission 2015 വരാത്തത് ഏതാണ്? രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം, കിഷോരി ശക്തി യോജന, വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ പ്രോഗ്രാം, രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രം. ഇതിൽ വരാത്തത് കിഷോരി ശക്തി യോജന ആണ്. കൂടാതെ നാഷണൽ ഹെൽത്ത് മിഷനെ പറ്റി അറിയേണ്ട മറ്റ് പോയിന്റ്സ്, NHM ആണ് നാഷണൽ ഹെൽത്ത് മിഷൻ. 4 കമ്പണൻസ് ഉണ്ട്. അതിന്റെ അണ്ടറിൽ വരുന്ന നാഷണൽ ഹെൽത്ത് മിഷൻ അണ്ടറിൽ വരുന്നതാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ, ടെറിഷറി കെയർ പ്രോഗ്രാംസ്, ഹ്യൂമൻ റിസോഴ്സ് ഫോർ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. NHM അണ്ടറിൽ വരുന്ന മെയിൻ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്? ജനനി ശിശു സുരക്ഷാ കാര്യക്രം JSSK, രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം RBSK. അപ്പൊ അത് ഓൾറെഡി ഓപ്ഷൻ ഉണ്ടല്ലോ, RBSK. അടുത്തത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫ്രീ ഡ്രഗ് ആൻഡ് ഫ്രീ ഡയഗ്നോസ്റ്റിക് സർവീസ് ഇനിഷ്യേറ്റീവ്സ്. ഫ്രീ ഡ്രഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സർവീസ് ഇനിഷ്യേറ്റീവ്സ്. PM നാഷണൽ ഡയാലിസിസ് പ്രോഗ്രാം, implementation of national quality assurance framework in all public health facilities, mobile medical units and teleconsultation services, Ayushman Bharat program, Pradhan Mantri Jan Arogya Yojana PMJAY, ആശ, അതുപോലെ തന്നെ രോഗി കല്യാൺ സമിതി ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സൊസൈറ്റി, വില്ലേജ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി VHSNC, ജനനി സുരക്ഷാ യോജന JSY, ജനനി ശിശു സുരക്ഷാ കാര്യക്രം JSSK, നാഷണൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ്സ് NNMU, നാഷണൽ ആംബുലൻസ് സർവീസ് NAH, ലോഞ്ച് ഓഫ് കായക്കൽ ഇനിഷ്യേറ്റീവ് ടുവേർഡ്സ് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ്. ഇപ്പൊ ഈ ഓപ്ഷനിൽ 4 എണ്ണമേ തന്നിട്ടുള്ളൂ. ചോദിച്ചേക്കുന്നത് ഏതാണ് ഇല്ലാത്തത്, അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ ഇല്ലാത്ത ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് കിഷോരി ശക്തി യോജനയാണ് ആൻസർ. ബാക്കിയല്ല നാഷണൽ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം, അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ, രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രം ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, കിഷോർ സ്വാസ്ഥ്യ കാര്യക്രം എന്ന് പറഞ്ഞാൽ ഉണ്ട്, കിഷോരി സ്വാസ്ഥ്യ കാര്യക്രം എന്ന് പറഞ്ഞാൽ ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല, വേറെ വഴിയൊന്നുമില്ല. ഈ 4 പോയിന്റ്സ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതെല്ലാം അതിന്റെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാമുകളാണ്. ഇപ്പൊ ഓപ്ഷനിൽ ഈ 4 തന്നുള്ളൂ, ഇനിയിപ്പോ വേറെ ആയിരിക്കും തരാൻ ചാൻസ്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിരിക്കുക. അതിൽ ഹൈലൈറ്റ് ചെയ്തത് എന്തായാലും അറിയണം. ജനനി ശിശു സുരക്ഷാ കാര്യക്രം, രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം, PM നാഷണൽ ഡയാലിസിസ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ്സ്, ആയുഷ്മാൻ ഭാരത്, PM ജൻ ആരോഗ്യ യോജന, രോഗി കല്യാൺ സമിതി, വില്ലേജ് ഹെൽത്ത് സാനിറ്റേഷൻ, പിന്നെ കായകൽപ്പ്, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ജനനി ശിശു യോജന, ജനനി ശിശു സുരക്ഷാ കാര്യക്രം, ഇത്രയെങ്കിലും കാണാതെ പഠിച്ചെടുക്കും. 2 years involved in purification of sewage in septic tank are as follows. അത് സെപ്റ്റിക് ടാങ്കിൽ പ്യൂരിഫിക്കേഷന്റെ മെത്തേഡ്സ് 2 സ്റ്റെപ്സ് ഏതൊക്കെയാണ്? എയറോബിക് ഡൈജഷൻ ഇൻ സെപ്റ്റിക് ടാങ്ക്, അനേറോബിക് ഡൈജഷൻ ഇൻ സബ്സോയിൽ. Anaerobic digestion both in septic tank and subsoil. Anaerobic digestion both in the septic tank and subsoil. Anaerobic digestion in septic tank, aerobic digestion. അതായത് സെപ്റ്റിക് ടാങ്കിലും സബ്സോയിലിലും മാത്രമേ പ്രൊസീജിയർ നടക്കുന്നുള്ളൂ. അതിൽ എയറോബിക് ആണോ അനേറോബിക് ആണോ എന്നാണ് ചോദ്യം. Anaerobic digestion in septic tank, anaerobic digestion in subsoil.
അപ്പോൾ സെപ്റ്റിക് ടാങ്കിൽ നടക്കുന്ന അനേറോബിക് ഡൈജഷൻ ആണ് നടക്കുന്നത്. സോയിലിനകത്ത് നടക്കുന്നത് എയറോബിക് ഡൈജഷൻ ആണ് നടക്കുന്നത്. ഏതെങ്കിലും ഒന്ന് പഠിക്കുക, സെപ്റ്റിക് ടാങ്കിൽ അനേറോബിക് ഡൈജഷൻ. അപ്പൊ എയറോബിക് ഡൈജഷൻ സബ് സോയിലിന്റെ. സോയിലിൽ എയർ ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സോയിലിൽ എയർ ഉണ്ട്, അപ്പൊ സോയിലിൽ എയർ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞു. സോയിൽ എയറോബിക് ആണ്, അപ്പൊ അനിയോബിക് എവിടെയായിരിക്കും? സെപ്റ്റിക് ടാങ്കിലായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, family planning program was made target free in 1996, 98, 1990, 1999. ഇനി ഇയേഴ്സ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഗസ് പോലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എന്തായാലും പഠിച്ചിരിക്കണം. ആൻസർ ഇസ് ഓപ്ഷൻ എ, 1996. National Family Planning Program was launched in 1952 in India. National Family Planning Program through Hum Do Hamare Do aims to provide eligible couples with information and guidance on family planning method and services to ensure individuals and couples will healthy and happy life. അതൊന്നും പഠിക്കില്ല. ഈ ഒരു സ്ലോഗൻ ഒന്ന് അറിഞ്ഞിരിക്കുക. India was the first country in the world to have launched National Program for Family Planning in 1952. In April 1996, Government of India abolished method-specific family planning targets throughout the country and took the policy decision to implement TFA, Target-Free Approach. TFA, Target-Free Approach. Target-Free Approach in TFA meant that no longer would be centrally determined targets imposed since the mid-1960s be the driving force behind the program. അതായത് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം വന്ന വർഷം 1952. തീം എന്തായിരുന്നു? ഹം ദോ ഹമാരെ. അതായത് ഒരു കപ്പിളിന് 2 കുട്ടികൾ മതി എന്നുള്ള രീതിയിൽ ഫാമിലിയുടെ സൈസിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന പ്രോഗ്രാമാണ്. ഈ വേൾഡിൽ ആദ്യമായിട്ട് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം കൊണ്ടുവന്ന കൺട്രി ഇന്ത്യയാണ്. പക്ഷെ അന്നേരമൊക്കെ അവർക്കൊരു സ്പെസിഫിക് ടാർഗറ്റ് ഉണ്ട്. ഈ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇപ്പോൾ ഇത്രയാണ്, 1952 ഇത്രയാണ്, അതിന് ഇത്രയായിട്ട് കുറച്ച് കൊണ്ടുവരണം ഇത്ര സമയത്തില്ല. അങ്ങനെ സ്പെസിഫിക് ടാർഗറ്റ് വെച്ചുള്ള അപ്രോച്ച് ആയിരുന്നു. എന്നാൽ 1996 സർക്കാർ വിചാരിച്ചു നമുക്ക് ഇനി സ്പെസിഫിക് ടാർഗറ്റ് ഒന്നും വേണ്ട, പോപ്പുലേഷൻ ഇത്ര അങ്ങോട്ട് എത്തിക്കണം, അത്ര എത്തിക്കണം ഇത്ര സമയത്തിൽ, അങ്ങനെ ഡിസ്ട്രിക്ട് ടാർഗറ്റ് ഒന്നും വേണ്ട. പൊതുവെ ആൾക്കാർക്ക് ബോധവൽക്കരണം കൊടുക്കുക, പോപ്പുലേഷനെ കുറയ്ക്കാൻ പറയുക. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. 1952 തുടങ്ങിയ പ്രോഗ്രാമാണ്. 1996 എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാലമായി. അപ്പൊ അത്രയും കാലം കൊണ്ട് പോപ്പുലേഷൻ അളവൊക്കെ ഏകദേശം കുറഞ്ഞു ഈ പ്രോഗ്രാമിന്റെ ഫലമായിട്ട്. കാരണം 1952 തുടങ്ങി, 96 പറയുമ്പോൾ 40 വർഷമായി. അപ്പൊ ഓട്ടോമാറ്റിക്കലി കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു, പോപ്പുലേഷൻ സൈസ് കുറയാൻ തുടങ്ങി. അപ്പൊ 96 കാൽക്കുലേഷൻ നമുക്ക് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ഒന്നും വേണ്ട. ടാർഗറ്റ് വെച്ച് ഇനിയിപ്പോ ഇത്ര കുറയ്ക്കണമെന്നുള്ള കണ്ടീഷൻ വേണ്ട. അങ്ങനെ ടാർഗറ്റ് ഫ്രീ ആക്കിയതാണ് 96-ല്. ടാർഗറ്റ് ഫ്രീ ആക്കിയാണ് 96. ലോഞ്ച് ചെയ്ത് 1952 ഓർക്കണേ. പിന്നെ ആദ്യമായിട്ട് വന്നത് ഇന്ത്യയിലാണ്. ആൻഡ് അവരുടെ തീം ഹം ദോ ഹമാരെ ദോ എന്നുള്ളതായിരുന്നു. Following does not come under the purview of National Vector-Borne Disease Control Program. ഈ പ്രോഗ്രാം അണ്ടറിൽ വരാത്ത ഏതാണ്? ഫൈലേറിയാസിസ്, ലീഷ്മാനിയാസിസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് എ. ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഹെപ്പറ്റൈറ്റിസ് എ. നാഷണൽ ഡിസീസ് ഇൻക്ലൂഡ് നാഷണൽ വെക്ടർ-ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. ഈ ഫുൾ ഫോം പഠിക്കുക, അത് ചോദിക്കാം. NVBDCP, നാഷണൽ വെക്ടർ-ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. എന്തൊക്കെയാ വരുന്നത്? മലേറിയ, ഫൈലേറിയ, കാല അസർ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ഡെങ്കു, ചിക്കൻ ഗുനിയ. 6 ഡിസീസസ് ഉണ്ട്. നമുക്ക് കൊതുകിനെ കൊണ്ട് അറിയാവുന്ന എല്ലാ ഡിസീസും വന്നു. മലേറിയ, ഫൈലേറിയ, ഡെങ്കു, ചിക്കൻ ഗുനിയ. പിന്നെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, കാല അസറോട് ഓർക്കാം. ഓക്കെ, 6 ഡിസീസുകൾ ഉണ്ടെന്ന് ഓർക്കുക. മലേറിയ, ഫൈലേറിയ, ഡെങ്കു, ചിക്കൻ ഗുനിയ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, കാല അസർ. Team implemented at the ICDS level are all accepted. Again, ICDS-നെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു പ്രോട്ടീൻ റിക്വയർമെന്റ് ഒക്കെ പഠിച്ചിരുന്നു. ഇപ്പൊ ICS-ന് അണ്ടറിൽ വരാത്ത സ്കീം ഏതാണ്? സബ്ല, രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെന്റ് ഓഫ് അഡോളസെന്റ് ഗേൾസ്, കിഷോരി ശക്തി യോജന, ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ് യോജന, ജനനി സുരക്ഷ യോജന. അതായത് ICDS-ന് അണ്ടറിൽ വരാത്തത് ഏതാണ്? ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ജനനി സുരക്ഷ യോജന. NHM-ന്റെ അണ്ടറിൽ നമ്മൾ പഠിച്ചല്ലോ ജനനി സുരക്ഷ, ശിശു സുരക്ഷ യോജന. അപ്പൊ ICDS-ന്റെ അണ്ടറിൽ വരാത്ത ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ ബി, ജനനി സുരക്ഷ യോജന. ഇനി ICDS-നെ പറ്റി പറയണേ. ലോഞ്ച് ഓൺ 2 October 1975. ഓൾറെഡി പഠിച്ച പോയിന്റ് ആണ്. ICDS-ന്റെ ഫുൾ ഫോം ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ്, വേൾഡ്സ് ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാം. അത് പഠിക്കണ്ട. സ്കീം ഈസ് ടാർഗറ്റഡ് ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 6 years. അത് നമ്മൾ 72 months എന്ന് പറഞ്ഞാൽ പറ്റും. 6 years, 6 months to 6 years ആണ്.
ആൻഡ് വിമൻ 16 to 44 years of age. അതുപോലെ തന്നെ 16 മുതൽ 44 years വരെയുള്ള സ്ത്രീകൾ, അതിൽ ഉൾപ്പെടുന്ന ആരാണ്? പ്രഗ്നന്റ് ലാക്ടേറ്റിംഗ് മദേഴ്സും കൂടി. ഇനി കിഷോരി ശക്തി യോജന, ഇതും ICDS അണ്ടറിൽ തന്നെ വരുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന്റെ മീനിങ് എന്താ? അഡോളസന്റ് ഗേൾ എംപവർമെന്റ് സ്കീം. Scheme issued by Ministry of Women and Child Empowerment, India, implemented by Government of Odisha for juvenile girls aged 11 to 18 under ICDS program. അപ്പോൾ കിഷോരി ശക്തി യോജന ആർക്ക് വേണ്ടിയാണ്? അഡോളസന്റ് ഗേൾസിന് വേണ്ടി. കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ 11 to 18 years ഉള്ള ഗേൾസിന് വേണ്ടി ICDS അണ്ടറിൽ വരുന്ന പ്രോഗ്രാമാണ്. ചിലപ്പോൾ അടുത്ത ചോദ്യം അതായിരിക്കും, കിഷോരി ശക്തി, അതായത് കിഷോരി ശക്തി യോജന ഏത് ഏജ് ഗ്രൂപ്പിന് വേണ്ടിയാണ്? അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അണ്ടറിൽ 11 to 18 years ഉള്ള അഡോളസന്റ് ഗേൾസിന് വേണ്ടി നടത്തുന്ന പ്രോഗ്രാം ഏതാണ്? ആൻസർ കിഷോരി ശക്തി യോജന. അടുത്തത് രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെന്റ് ഓഫ് അഡോളസന്റ് ഗേൾസ്, RGSEAG. അതിന്റെ മറ്റൊരു പേരാണ് സബല. ഇസ് എ centrally sponsored program of the government of India, initiated on 1 April 2011 under the Ministry of Women and Child Development. For empowerment of adolescent girls, അത് രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെന്റ് ഓഫ് അഡോളസന്റ് ഗേൾസ്, അത് ഗവൺമെന്റ് ഇന്ത്യ തന്നെയാണ്, മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് തന്നെയാണ്, ICDS അണ്ടറിൽ വരുന്നതുമാണ്. അതിന്റെ ഫുൾ ഫോം അതായത് RGSEAG എന്ന് പറയുമെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് സബല. ഇനി പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, PMMTY, previously known as ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ് യോജന. ഇത് രണ്ടും ഒന്ന്. ഈ ഓപ്ഷനുള്ള മറ്റുള്ള കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. It's a maternity benefit program run by Government of India. It was originally launched in 2010, renamed in 2017. അപ്പൊ അത് മിനിസ്റ്റർ ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ഈ പറഞ്ഞേക്കുന്ന എല്ലാം തന്നെ എന്താണ്? മിനിസ്റ്റർ ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ICDSന്റെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാമുകളാണ്. ഇനി കിഷോരി ശക്തി യോജന, കിഷോരി എന്ന് വെച്ചാൽ കിഷോർ എന്ന് വെച്ചാൽ ആൺകുട്ടികളാണ്, കിഷോരി എന്ന് വെച്ചാൽ പെൺകുട്ടി, ചെറിയ പെൺകുട്ടി. അപ്പൊ 11 to 18 years വരെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് അഡോളസന്റ് ഗേൾ എംപവർമെന്റ് പ്രോഗ്രാം. ഇനി രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെന്റ് ഓഫ് അഡോളസന്റ് ഗേൾസ്, അതിന്റെ പേരാണ് സബല. അബല എന്നൊക്കെ പറയത്തില്ലേ, വില ഇല്ലാത്തവൾ, ഒരു സപ്പോർട്ട് ഇല്ലാത്തവൾ, പവർ ഇല്ലാത്തവൾ, സബല. അപ്പൊ അവർക്ക് പവർ കൊടുക്കാൻ വേണ്ടി വന്ന സ്കീമാണ് സബല. വെറുതെ ജസ്റ്റ് നമ്മള് എന്താ പറയാ, അഡോളസന്റ് ഗേൾ എംപവർമെന്റ് പ്രോഗ്രാം പറഞ്ഞാൽ കിഷോരി ശക്തി യോജന. രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു പേരാണ് സബല പ്രോഗ്രാം. ഓക്കെ, രാജീവ് ഗാന്ധിയെ പറഞ്ഞപ്പോ കുറച്ചുകൂടി നമ്മൾ നല്ലൊരു പേര് കൊടുത്തു, സബല എന്നുള്ള രീതിയിൽ അങ്ങ് വിചാരിച്ചാൽ മതി. ഓക്കെ, അത് മിനിസ്റ്റർ ഓഫ് വുമൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, അപ്പോഴേ അറിയാമത് അമ്മമാർക്ക് വേണ്ടിയാണെന്ന്, മെറ്റേണിറ്റി ബെനിഫിറ്റ് പ്രോഗ്രാം ആണ്. ഇനി അതിന്റെ മറ്റൊരു പേരാണ് ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ് യോജന. അതിപ്പോ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്നൊരു ഡിഫറൻസ് ആയിട്ട് നമ്മൾ ബാക്കി വായിച്ചു കഴിയാം, അങ്ങോട്ട് വായിച്ച് നമുക്ക് ക്ലിയർ ആണ്. ഇത് മെറ്റേണിറ്റി പ്രോഗ്രാം ആണ്, പ്രഗ്നന്റ് ലേഡീസിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ആക്ട് പഠിക്കുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും കാണാതെ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ആ കീ വേർഡ്സ് എടുത്തിട്ട്. ഇപ്പൊ ഇവിടെ തന്നെ എംപവർമെന്റ് ഓഫ് അഡോളസന്റ് ഗേൾസ്, അപ്പൊ ഒന്നെങ്കിൽ അത് കിഷോരി ശക്തിയാണ്, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി സ്കീം, അല്ലെങ്കിൽ സബലയാണ്. അത് രാജീവ് ഗാന്ധി സ്കീം എന്ന് പറയുകയാണെങ്കിൽ അത് സബല. ഒന്നും പറയാതെ വെറുതെ എംപവർമെന്റ് ഓഫ് ഗേൾസ് പറഞ്ഞാൽ അതെന്താണ്? കിഷോരി ശക്തി യോജന. അതുപോലെ തന്നെ മാതൃവന്ദന എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെറ്റേണിറ്റിക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. അതിപ്പോ പുതിയ പേരാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. മുൻപായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി, അപ്പൊ ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോജന പഴയ പേര്. ഇനി ഈ ഓപ്ഷൻ ICDS അണ്ടറിൽ വരാത്ത ഏതാണെന്ന ചോദ്യം, അതിന്റെ ആൻസർ ആണ് ജനന സുരക്ഷ യോജന. അപ്പൊ അത് എവിടെയാ വരുന്നത്? നമ്മൾ പറഞ്ഞ NHM അണ്ടറിലാണ് വരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പോൺസേർഡ് സ്കീം ബീങ് ഇംപ്ലിമെന്റഡ് വിത്ത് ഓബ്ജക്ട് ഓഫ് റെഡ്യൂസിംഗ് മെറ്റേണൽ ആൻഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി, പ്രൊമോട്ടിംഗ് ഇൻസുലിൻ ഡെലിവറി എമോങ് വിമൻ. ഒന്നുമില്ല, GSY ജനന സുരക്ഷ യോജന അമ്മമാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ഹോസ്പിറ്റൽ ഡെലിവറി എൻകറേജ് ചെയ്യുകയാണ്. അപ്പൊ അതിലൂടെ ഉണ്ടാകുന്ന ഡെത്തുകളൊക്കെ, ഹോം ഡെലിവറി കാരണം കോംപ്ലിക്കേഷൻ ഡെത്തുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള സ്കീമാണ്. Which the following is not a mode of transmission of HIV virus? Insect bite, blood contact, sexual transmission, mother to child transmission. HIV വൈറസ് ബ്ലഡ് കോൺടാക്റ്റിലൂടെ വരാം. നമ്മൾ ഇൻഫെക്റ്റഡ് നീഡിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക്, അതായത് ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് പുതിയ സുരക്ഷ വാങ്ങിക്കില്ല, അപ്പൊ ഒരാൾ യൂസ് ചെയ്ത് അങ്ങനെ വരാം, പഠിച്ച കാര്യമാണ്. സെക്ഷൽ ട്രാൻസ്മിഷൻ വഴി എയ്ഡ്സ് വരും, അറിയാവുന്ന കാര്യം, STDസിന്റെ കൂട്ടം നമ്മൾ പഠിച്ചതാണ്. മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാസന്റൽ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. ഇൻസെക്ട് ബൈറ്റിലൂടെ വരുമോ? അതായത് എയ്ഡ്സ് ഉള്ള രോഗി ഒരു കൊതു കുത്തിയിട്ട് പിന്നെ കൊതു നമ്മളെ വന്ന് കുത്തിയ വരുമോ? ഇല്ല. ഇൻസെക്ട് ബൈറ്റ് ഇസ് നോട്ട് എ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതൊക്കെയാണ്? ഓഫ് എയ്ഡ്സ്, സെക്ഷൽ ട്രാൻസ്മിഷൻ, ബ്ലഡ് കോൺടാക്ട്, മെറ്റേണൽ ഫീറ്റൽ ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ.
അവിടെ തെറ്റായ ഓപ്ഷൻ ഏതാണ്? ഇൻസെക്ടൈഡ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്.